ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ SSC CGL പരീക്ഷയ്ക്ക് അടുത്തിടെ ചോദിച്ച സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു ചർച്ച ചെയ്തു വരുന്നത് അല്ലേ. അതിൻ്റെ പാർട്ട് 1 വീഡിയോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്നതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എന്താണ് നോക്കാം, എന്തൊക്കെയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെന്ന്. ആദ്യത്തെ ചോദ്യം എന്താണ്? Where and when were the first Khelo India University Games held? എന്താണ് കാര്യം? ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് അല്ലെ, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് അല്ലെങ്കിൽ KIUG എന്ന ഷോർട്ട് ഫോമിൽ നമ്മൾ എഴുതാറുണ്ട്. സോ ഇനോഗ്രൽ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് എവിടെ വെച്ച് എപ്പോൾ നടന്നു എന്നതാണ് ചോദ്യം. ഇനോഗ്രൽ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടക്കുന്നത് 2020 കൃത്യമായുള്ള ഡേറ്റ് നമുക്കിപ്പോൾ പഠിച്ചു വയ്ക്കണം, കാരണം പരീക്ഷയ്ക്ക് അങ്ങനെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. 22 ഫെബ്രുവരി തൊട്ടിട്ട് 1 മാർച്ച് 2020 1 മാർച്ച് വരെയാണ് ഇനോഗ്രൽ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ ആദ്യത്തെ കാര്യം നമുക്ക് കിട്ടിയല്ലേ, 2020 ആണ്. ഇതും നമുക്ക് വെട്ടാം, ഇതും നമുക്ക് വെട്ടാം. ഇനി കേരളമാണോ ഒഡീഷയാണോ എന്ന് മാത്രം നമുക്ക് ഡൗട്ടുള്ളൂ. ഉത്തരം എന്താണ്? ഒഡീഷയാണ്. നിങ്ങൾ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഒഡീഷയിലാണ് റീസെൻ്റ് ആയിട്ട് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് ആദ്യത്തെ എഡിഷൻ 2020 റീസെൻ്റ് ആയിട്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം, നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2-3 വർഷത്തെ കാര്യങ്ങൾ നമുക്ക് റീസെൻ്റ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. സോ ഒഡീഷയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. ഇനോഗ്രൽ എഡിഷൻ ഓഫ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ്, ഖേലോ ഇന്ത്യ ഗെയിംസ് അല്ല, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ ഇനോഗ്രൽ എഡിഷൻ 2020 ഫെബ്രുവരി തൊട്ടിട്ട് മാർച്ച് വരെ ഒഡീഷയിൽ വെച്ചിട്ടാണ് നടന്നത്. ഇനി ഇതിൻ്റെ കണ്ടക്ടിങ് ഏജൻസി അല്ലെങ്കിൽ ഇത് ഓർഗനൈസ് ചെയ്യുന്ന ഏജൻസി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സായി എന്ന് കേട്ടിട്ടുണ്ടാവും. സായി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. എന്താണ്? സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് നമ്മൾ സായി എന്ന പേരിൽ വിളിക്കുന്നത്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? സായി എന്ന പേരിൽ വിളിക്കുന്നത്. സായി ആണ് ഇതിൻ്റെ കണ്ടക്ടിങ് അല്ലെങ്കിൽ ഓർഗനൈസിങ് ഏജൻസി ആയിട്ട് നമ്മൾ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ വെച്ച് നടക്കുന്ന ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ലെവലിലുള്ള സ്പോർട്സ് കോമ്പറ്റീഷൻ ആയിട്ട് കൂടെ KIUG അഥവാ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിനെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എന്താണ്? ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ലെവൽ സ്പോർട്സ് കോമ്പറ്റീഷനാണ് ഇത്. 2020 കാര്യം നമ്മൾ പറഞ്ഞു, ഇനോഗ്രൽ എഡിഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ അന്നത്തെ വിന്നർ ആരാണ്? ഏത് യൂണിവേഴ്സിറ്റിയാണ് 2020 വിന്നർ എന്ന് ചോദിച്ചാൽ അത് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയാണ്. ആരാണ്? പഞ്ചാബ് യൂണിവേഴ്സിറ്റിയാണ് 2020 വിന്നേഴ്സ്. 17 ഗോൾഡും നേടിയിട്ടാണ് പഞ്ചാബ് യൂണിവേഴ്സിറ്റി 2020 വിന്നേഴ്സ് ആയിട്ടുള്ളത്. ഇനി എന്താണ്? 2021 നമുക്കറിയണം. ഇപ്പോൾ 2021 കഴിഞ്ഞു, 2022 കഴിഞ്ഞു, 2023 കഴിഞ്ഞു. 2021 കഴിഞ്ഞു എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പോസ്റ്റ്പോൺ ചെയ്തതാണ്. എന്താണ്? പോസ്റ്റ്പോൺ ചെയ്യേണ്ടതായിട്ട് വന്നു അല്ലെ, COVID-19 കാരണം പോസ്റ്റ്പോൺ ചെയ്യേണ്ടതായിട്ട് വന്നു. അത് 2022 പോസ്റ്റ്പോൺ ചെയ്തിട്ട് എന്താണ്? കർണാടകയിൽ വെച്ച് നടന്നു. എവിടെ വെച്ചിട്ടാണ്? കർണാടകയിൽ വെച്ചിട്ടാണ് 2022 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നിട്ടുണ്ടായിരുന്നത്. അത് കർണാടകയിലത്തെ എന്താണ്? ജെയിൻ യൂണിവേഴ്സിറ്റിയാണ് അതിൽ വിജയിച്ചത്. ആരാണ്? ജെയിൻ യൂണിവേഴ്സിറ്റിയാണ്. കർണാടകയിലെ തന്നെ ജെയിൻ യൂണിവേഴ്സിറ്റിയാണ് 2022 വിജയിച്ചെങ്കിൽ 2023 റീസെൻ്റ് ആയിട്ട്, വളരെ റീസെൻ്റ് ആയിട്ട് നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് UPയിലെ ലക്നൌവിൽ വെച്ചിട്ടാണ് നടന്നത്. ഹോസ്റ്റാണ് ആദ്യം നമ്മൾ പറഞ്ഞ UPയിലെ ലക്നൌവിൽ വെച്ചാണ്. ഇത് കർണാടകയിലെ ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് നടന്നത്. സോ ഇവിടെ എന്താണ്? ഇവിടെ ജയിച്ചത് വീണ്ടും പഞ്ചാബ് യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഇനോഗ്രൽ എഡിഷനിൽ ജയിച്ച പഞ്ചാബ് യൂണിവേഴ്സിറ്റി തന്നെ വീണ്ടും ജയിച്ചു അല്ലേ. സോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ലെവൽ സ്പോർട്സ് കോമ്പറ്റീഷൻ ആണെന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഇനോഗ്രൽ എഡിഷൻ 2020 22 ഫെബ്രുവരി തൊട്ടിട്ട് 1 മാർച്ച് വരെ നടന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതെവിടെ വെച്ച് നടന്നു? ഒഡീഷയിൽ വെച്ച് നടന്നു. കണ്ടക്ടിങ് ഏജൻസി ഏതാണ്? സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ സായി ആണ് കണ്ടക്ടിങ് ഏജൻസി എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 2020 വിന്നേഴ്സ് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയാണ്. 17 ഗോൾഡ് മെഡൽ അവരെന്ന് സ്വന്തമാക്കി. 2021 COVID-19 കാരണം പോസ്റ്റ്പോൺ ചെയ്തു. 2022 വിന്നേഴ്സ് ജെയിൻ യൂണിവേഴ്സിറ്റി. കർണാടകയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. കർണാടക തന്നെയാണ്. കർണാടകയിലെ ബംഗളൂരു വെച്ചിട്ടാണ് ഈ ഒരു ടൂർണമെന്റ് നടന്നത്. 2021 UPയിലെ ലക്നൌവിൽ വെച്ച് ടൂർണമെന്റ് നടന്നു. അതിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റി വിന്നേഴ്സ്. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ് അപ്പാർട്ട് ഫ്രം വോളിബോൾ ഡു പ്ലേയേഴ്സ് മേക്ക് യൂസ് ഓഫ് സ്ക്രീൻ ടെക്നിക്? എന്താണ് കാര്യം? വോളിബോൾ അല്ലാതെ, ഓക്കെ, വോളിബോൾ ഓൾറെഡി സ്ക്രീൻ ടെക്നിക് എന്ന് പറയുന്ന കാര്യമുണ്ട്. അല്ലാതെ വേറെ ഏത് സ്പോർട്സ് ഫോമിലാണ്, താഴെ തന്ന വേറെ ഏത് സ്പോർട്സ് ഫോമിലാണ് സ്ക്രീൻ ടെക്നിക് എന്ന് പറയുന്ന ആ ഒരു കാര്യം യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ് ഈ ഒരു സ്ക്രീൻ
ടെക്നിക്ക് എന്നറിയാണ് അല്ലേ. ഒരു ഇല്ലീഗൽ കൈൻഡ് ഓഫ് ഇല്ലീഗൽ ബ്ലോക്കിംഗ് മൂവിനെയാണ് നമ്മൾ സ്ക്രീൻ ടെക്നിക്ക് എന്ന രീതിയിൽ വിളിക്കുന്നത്. ഒരു ഒഫൻസീവ് പ്ലെയറിന് എന്താണ് ഓപ്പോസിറ്റ് ടീം മേറ്റ്സ് ചേർന്നിട്ട് ബ്ലോക്ക് ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമ്മൾ സ്ക്രീൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു വോളിബോളിൽ ഈ ഒരു സ്ക്രീൻ ടെക്നിക്ക് നമ്മൾ കാണാറുണ്ട്. അതുപോലെ സ്ക്രീൻ ടെക്നിക്ക് വോളിബോൾ പോലെ നമ്മൾ കാണുന്ന മറ്റൊരു സ്പോർട്സ് രൂപമാണ് ബാസ്കറ്റ് ബോൾ. അതുപോലെ പഠിച്ചാൽ മതി. കൂടുതലായിട്ട് പറഞ്ഞു തരാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല, കാരണം വോളിബോളും ബാസ്കറ്റ് ബോളുമായിട്ട് ബന്ധപ്പെട്ടത്തോളം എനിക്ക് ജ്ഞാനം ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഒക്കെ ആയിട്ട് ഇട്ടാൽ മതി. സോ സ്ക്രീൻ ടെക്നിക്ക് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് എന്താണ്, ബാസ്കറ്റ് ബോളിലും ഉണ്ട്, അതുപോലെ വോളിബോളിലും ഉണ്ട്. ഇവിടെ ബാസ്കറ്റ് ബോൾ എന്ന രീതിയിലുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഉത്തരം ബാസ്കറ്റ് ബോൾ ആണല്ലേ. നെക്സ്റ്റ് എന്താണ്, വിച്ച് പ്ലെയർ ലെഡ് ഇന്ത്യ അറ്റ് വുമൻസ് ഹോക്കി ഏഷ്യ കപ്പ് ഇൻ മസ്കറ്റ് വിച്ച് വാസ് ഹെൽഡ് ഇൻ ജനുവരി 2022. 2022 ജനുവരി മാസത്തിൽ നടന്ന വുമൻസ് ഹോക്കി ഏഷ്യ കപ്പ് മസ്കറ്റിൽ വെച്ച് നടന്ന ടൂർണമെന്റ് ആണ്. അതിൽ ഇന്ത്യയെ നയിച്ചതാരെന്നാണ് ചോദ്യം വന്നത്. സോ 2022 നടന്നത് കൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ആയതുകൊണ്ട് അതിന്റെ ഡേറ്റ് കൂടെ കൃത്യമായിട്ട് നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം അല്ലേ. 2022 ജനുവരി മാസത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനുവരി മാത്രം നമുക്ക് പോരാ, ഡേറ്റും വേണം. ജനുവരി 21 തൊട്ടിട്ട് ജനുവരി 28 വരെയാണ് ഈ ഒരു ടൂർണമെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. എവിടെ വെച്ചിട്ടാണെന്ന് ഓൾറെഡി പറഞ്ഞു അല്ലേ. എവിടെ വെച്ചിട്ടാണ്, മസ്കറ്റിൽ വെച്ചിട്ടാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ഓൾറെഡി. മസ്കറ്റിൽ വെച്ചിട്ടാണ് നടന്നിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒമാൻ, മസ്കറ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ്, ഒമാനാണല്ലേ. ഒമാനിലെ മസ്കറ്റിൽ വെച്ചിട്ടാണ് വുമൻസ് ഹോക്കി വേൾഡ് കപ്പ് 2022 നടന്നത്. സോ അതൊന്നുമല്ല ചോദ്യം. ഇതിൽ നമ്മുടെ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരെന്ന രീതിയിലാണ് ചോദ്യം. ആരാണ് തന്ന ഓപ്ഷനിൽ, നവനീത് കൗർ, റാണി രാംപാൽ, സുമിത പട്ടേൽ, സവിത പൂനിയ. ഇതിൽ ഉത്തരം എന്താണ്, സവിത പൂനിയാണ്. ആരാണ്, സവിത പൂനിയാണ് ഇത്തരത്തിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചിട്ടുണ്ടായിരുന്നത്. ആരാണ്, സവിത പൂനിയാണ്. 2022 ജനുവരി 21 തൊട്ട് ജനുവരി 28 വരെ മസ്കറ്റിൽ വെച്ച്, ഒമാനിലെ മസ്കറ്റിൽ വെച്ച് നടന്ന വുമൻസ് ഹോക്കി വേൾഡ് കപ്പിൽ ഇന്ത്യൻ വുമൻസ് ടീമിനെ നയിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി നമ്മൾ ഒമാനിലെ മസ്കറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ഇനീഷ്യലി ഒമാനിലെ മസ്കറ്റിൽ വെച്ചിട്ടായിരുന്നില്ല നടക്കേണ്ടിയിരുന്നിട്ടുണ്ടായിരുന്നത്. അത് ബാങ്കോക്കിൽ വെച്ചിട്ടാണ്, തായ്ലാൻഡിലെ ബാങ്കോക്കിൽ വെച്ചിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്യേണ്ടായിരുന്നത്. പിന്നീട് എന്താണ്, പിന്നീട് ആ ഒരു വെന്യൂ മാറ്റുകയായിരുന്നു. അത് വെന്യൂ എന്താണ്, വെന്യൂ തായ്ലാൻഡിലെ ബാങ്കോക്കിൽ നിന്നും പിന്നീട് ഒമാനിലെ മസ്കറ്റ് ആയിരിക്കുമെന്ന് റീഷെഡ്യൂൾ ചെയ്യുകയായിരുന്നു. ഒറിജിനലി ഷെഡ്യൂൾ ചെയ്ത് തായ്ലാൻഡിലെ ബാങ്കോക്കിൽ വെച്ചിട്ടായിരുന്നു. ഇനി ഇതിലെ വിന്നേഴ്സ്, തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ടൂർണമെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിന്നേഴ്സ് ആരാണെന്ന് അറിയാണല്ലേ. വിന്നേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വിന്നറെ വരും ഇതുപോലുള്ള വേൾഡ് ടൂർണമെൻറ്റിലെ. സോ ആരാണ്, ജപ്പാനാണ് ഇതിൽ വിജയിച്ചത്. ജപ്പാൻ അവരുടെ മൂന്നാമത്തെ വുമൺ ഹോക്കി ഏഷ്യ കപ്പ് ടൂർണമെന്റ് സ്വന്തമാക്കി. മൂന്നാമത്തെ വുമൺ ഏഷ്യ ടൂർണമെന്റ് കപ്പ് ജപ്പാൻ സ്വന്തമാക്കി. വിന്നേഴ്സ് പറയുന്നതിന്റെ കൂട്ടത്തിൽ പരീക്ഷയ്ക്ക് വരുന്ന മറ്റൊരു കാര്യമാണ് റണ്ണർ അപ്പിന് കൂടെ, രണ്ടാമത് വന്ന ആൾ കൂടെ പ്രാധാന്യം നൽകാറുണ്ട്. ആരാണ്, സൗത്ത് കൊറിയ ആണ് രണ്ടാമത് വന്നത്. സൗത്ത് കൊറിയ ആണ് രണ്ടാമത് വന്നത്. ഇനി സവിത പൂനിയയുടെ പേര് പറഞ്ഞു അല്ലേ. പരീക്ഷയ്ക്ക് മറ്റൊരു രീതിയിലൊരു ചോദ്യം കാണാറുള്ളത് എന്താണ്, സവിത പൂനിയ ആണല്ലോ 2022 ജനുവരി മാസത്തിൽ നടന്ന വുമൻസ് ഹോക്കി ഏഷ്യ കപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത്. ഈ സവിത പൂനിയ ഇന്ത്യ ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലേ. ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് വന്നത്, അല്ലെങ്കിൽ ഏത് സംസ്ഥാനക്കാരിയാണെന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. സവിത പൂനിയെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുന്നത് ഹരിയാനക്കാരിയാണ്. സവിത പൂനിയ ഹരിയാനക്കാരിയാണ് എന്ന രീതിയിൽ നിങ്ങൾ ഉത്തരം പറയണം. ഓക്കെ, ഗോൾ കീപ്പർ കൂടിയാണ്, ഹരിയാനക്കാരിയാണ്. അതുപോലെ ഹോക്കിയിൽ എന്താണ്, ഹോക്കിയിൽ ഗോൾ കീപ്പർ കൂടിയാണ് സവിത പൂനിയ. അതുപോലെ തന്നെ 2018 സവിത പൂനിയക്ക് നമ്മുടെ രാജ്യം അർജുന അവാർഡ് നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ട്. അർജുന അവാർഡ്. ചിലപ്പം എന്താണ് ചോദ്യം ഇങ്ങനെ കേടാം, താഴെ പറയുന്നതിൽ എന്തൊക്കെയാണ് സവിത പൂനിയ എന്ന് പറയുന്ന കായിക താരവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പരാമർശങ്ങൾ. ഓപ്ഷൻ എ, ഹരിയാനയിൽ നിന്നുമുള്ള കായിക താരമാണ്. ഹരിയാനയിൽ നിന്നുമുള്ള ഇന്ത്യൻ ഗോൾ കീപ്പറാണ്, ഇന്ത്യൻ വനിതാ ഗോൾ കീപ്പറാണ്. ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. 2018 ഇന്ത്യ അർജുന അവാർഡ് നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ട്. ശരിയായുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും, വുമൺ ഹോക്കി ഏഷ്യ കപ്പിലെ ഇന്ത്യൻ വുമൺസ് ടീമിനെ 2022 നയിച്ചിട്ടുണ്ടായിരുന്നു. സോ 3 ഉത്തരങ്ങളും 3 ഫാക്റ്റും എന്താണ്, ശരിയായ ഫാക്റ്റാണ് നമുക്കിവിടെ പറയാൻ വേണ്ടി സാധിക്കും. സോ ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. 2022 വുമൺ ഹോക്കി ഏഷ്യ കപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ, ജപ്പാനാണ് വിജയിച്ചെന്ന കാര്യമൊക്കെ, സവിത പൂനിയയുടെ പേരൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. സവിത പൂനിയയുടെ ഫോട്ടോ കൂടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സവിത പൂനിയ, ഗോൾ കീപ്പറാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് എന്താണ്, ഹു അമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫ്ലാഗ് ബിയർ ഓഫ് ദ ഇന്ത്യൻ കോണ്ടിൻജന്റ് അറ്റ് ദ ഓപ്പണിംഗ് സെറിമണി ഓഫ് ഏഷ്യൻ ഗെയിംസ് 2018. ഇത് കുറച്ച് പഴക്കമുള്ള ചോദ്യമാണ്. ബട്ട് 2018 ഒരുപാട് ആവർത്തിച്ച് വന്നു. 2018 തൊട്ടിട്ട് 20 വരെയുള്ള പരീക്ഷകളിൽ
ഒരുപാട് ആവർത്തിച്ചു വന്നു. ഇപ്പൊ വീണ്ടും CGL ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫ്ലാഗ് ബിയറേഴ്സിനെ കുറിച്ചുള്ള ചോദ്യം അല്ലെ. 2018 ഏഷ്യൻ ഗെയിംസ് നടന്ന സമയത്ത് 2018 ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് നടന്നതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 2018 ഏഷ്യൻ ഗെയിംസ് അതിനെക്കുറിച്ചിട്ടാണ് ചോദ്യം. 2018 ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചിട്ടാണ് ചോദ്യം. എവിടെ വെച്ചിട്ടാണ് നടന്നത്? 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത് പലേംബാങ്ങിലാണ്. എവിടെയാണ്? പലേംബാങ് എവിടെയാണെന്ന് അറിയാമോ? ഇന്തോനേഷ്യയിലാണല്ലേ. ഇന്തോനേഷ്യയുടെ പലേംബാങ്ങിൽ വെച്ചിട്ടാണ് 18 ഓഗസ്റ്റ് തൊട്ടിട്ട് ഡേറ്റ് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കും. സെപ്റ്റംബർ 2 സെപ്റ്റംബർ വരെ 18 ഓഗസ്റ്റ് തൊട്ട് സെപ്റ്റംബർ വരെ 2018 നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2018 ഇന്തോനേഷ്യയുടെ പലേംബാങ്ങിൽ ഓഗസ്റ്റ് 18 തൊട്ടിട്ട് സെപ്റ്റംബർ 2 തീയതി വരെയാണ് ഈ പറഞ്ഞ 2018 ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഇന്ത്യയുടെ കൊടി ഓപ്പണിംഗ് സെറിമണിയും വരുന്നുണ്ട്, ക്ലോസിംഗ് സെറിമണിയും ഉണ്ട്. ഇതിൽ 18 ഓഗസ്റ്റിന് ഓപ്പണിംഗ് സെറിമണിയും 2 സെപ്റ്റംബറിന് ക്ലോസിംഗ് സെറിമണിയാണ്. അങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. അങ്ങനെ ആ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും ചോദ്യങ്ങൾ. അല്ലാതെ ഇത് എന്ന് തൊട്ട് എന്ന് വരെ നടന്നു എന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഓപ്പണിംഗ് സെറിമണിയുടെ ഡേറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ക്ലോസിംഗ് സെറിമണിയുടെ ഡേറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ആ ഒരു കാര്യമാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ആ ഒരു ഡേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഈ ഒരു കാര്യം കൂടെ നമ്മൾ നോട്ട് ചെയ്യണം. സോ ഇതിന്റെ ഓപ്പണിംഗ് സെറിമണി എന്ന് പറയുമ്പോൾ 18 ഓഗസ്റ്റിനാണ് ഓപ്പണിംഗ് സെറിമണി. ഒരുപാട് രാജ്യങ്ങൾ ഒന്നിച്ച് അണിനിരന്നിട്ട് ആ ഒരു രാജ്യങ്ങളുടെ ഫ്ലാഗ് പതാക വഹിച്ചുകൊണ്ട് മുന്നിൽ ഒരാൾ നിൽക്കും അല്ലെ. ഇത്തരത്തിൽ ഓപ്പണിംഗ് സെറിമണിയിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ബിയർ ആയിട്ടുണ്ടായിരുന്നത് നീരജ് ചോപ്രയാണ്. ആരാണ്? നീരജ് ചോപ്ര എന്ന് പറയാൻ നമുക്കറിയാം ജാവലിൻ ത്രോവറാണ്. ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ട്രാക്ക് ആൻഡ് ഫീൽഡിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ കൊണ്ടുവന്ന അത്ലറ്റാണ് അദ്ദേഹം. ആ രീതിയിലൊക്കെ അറിയാം അല്ലേ. ഇനി എന്താണ്? ക്ലോസിംഗ് സെറിമണി ഉണ്ട്. സെപ്റ്റംബർ 2 തീയതി ക്ലോസിംഗ് സെറിമണി നടന്നു. ഇത് കുറച്ച് പഴയ കറണ്ട് അഫയർ ആണെങ്കിലും പഠിച്ചു വയ്ക്കണം. റാണി റാംപാൽ ആണ്, ഹോക്കി പ്ലെയറായുള്ള റാണി റാംപാൽ. ഇത് ഓൾറെഡി ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് രണ്ടും ഒരുപാട് തവണ വന്നു, വീണ്ടും വരുന്നുണ്ടെന്നാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോ ക്ലോസിംഗ് സെറിമണിയിൽ റാണി റാംപാലാണ് ഇന്ത്യയുടെ പതാക വഹിച്ചത്. ഓപ്പണിംഗ് സെറിമണിയിൽ നീരജ് ചോപ്രയാണ് ഇന്ത്യയുടെ പതാക വഹിച്ചത്. ഇനി 2018 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ പെർഫോമൻസ് നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് അന്ന് 16 ഗോൾഡ് അടക്കം 70 മെഡൽ, ടോട്ടലുള്ള മെഡൽ എന്ന് പറയുന്നത് 70 മെഡലാണ്. എല്ലാം നമ്മൾ നോക്കുന്നില്ല, 16 ഗോൾഡ് അതിൽ ഉണ്ടായിരുന്നു. അതുമാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇന്ത്യ എന്താണ് 8ാമതായിട്ട് 8th പൊസിഷനിൽ ഇന്ത്യ ഫിനിഷും ചെയ്തിട്ടുണ്ടായിരുന്നു. 2018 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ 8th പൊസിഷനിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2018 അവിടെ കഴിഞ്ഞു അല്ലേ. 2018 പ്രാധാന്യം കഴിഞ്ഞു എന്ന രീതിയിൽ വിചാരിക്കരുത്, ഇതൊന്ന് പഠിച്ചു വെക്കണം. 2018 നോട്ട് ചെയ്തല്ലോ. നമ്മൾ 2022 ഏഷ്യൻ ഗെയിംസിലേക്ക് വരികയാണ്. 2022 ഇനി ചോദ്യങ്ങളായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. സോ 2022 ഏഷ്യൻ ഗെയിംസിലേക്ക് നമ്മൾ വരികയാണ്. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്യാം. ഓക്കെ, 2022 ഏഷ്യൻ ഗെയിംസ് പരിശോധിക്കാം. നമുക്ക് എവിടെ വെച്ച് നടന്നു? ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഹോസ്റ്റ് കൺട്രി ചൈനയായിരുന്നു അല്ലേ. ചൈനയുടെ ഹാങ്സു എന്ന് കേട്ടില്ലേ? ചൈനയിലെ ഹാങ്സൂയിൽ വെച്ചിട്ടാണ് ഈ ഒരു ടൂർണമെന്റ് നടന്നത്. ചൈനയിലെ ഹാങ്സൂയിൽ വെച്ചിട്ടാണ് ഈ ഒരു ടൂർണമെന്റ് നടന്നത്. ഡേറ്റ് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഡേറ്റ് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. ഡേറ്റ് 23 സെപ്റ്റംബർ 2023 തൊട്ടിട്ട് 8 ഒക്ടോബർ വരെ, 8 ഒക്ടോബർ 2023 വരെയാണ് ഈ ടൂർണമെന്റ് നടന്നത്. ഡേറ്റ് പഠിച്ചു വയ്ക്കണം. ഡേറ്റ് എന്നാണ് 2022 ഏഷ്യൻ ഗെയിംസ് ചൈനയിലെ ഹാങ്സൂയിൽ വെച്ച് നടന്നത്. ഓപ്പണിംഗ് സെറിമണി സെപ്റ്റംബർ 23 തൊട്ടിട്ട് ക്ലോസിംഗ് സെറിമണി 8 ഒക്ടോബർ വരെയാണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്? ഫ്ലാഗ് ബിയറേഴ്സ് ആണല്ലേ ഇന്ത്യയുടെ പതാക വാഹകർ. ഫ്ലാഗ് ബിയറേഴ്സ് എന്തൊക്കെ പറയണം നമുക്ക്? ഓപ്പണിംഗ് സെറിമണിയിലെ ഫ്ലാഗ് ബിയറേഴ്സ് നമുക്ക് പഠിക്കണം. അതുപോലെ ക്ലോസിംഗ് സെറിമണിയിൽ ഫ്ലാഗ് ബിയറേഴ്സിന്റെ പേര് നമുക്ക് പഠിക്കണം. ഓപ്പണിംഗ് സെറിമണിയിലെയും അതുപോലെ ക്ലോസിംഗ് സെറിമണിയിലെ ഫ്ലാഗ് ബിയറേഴ്സിന്റെ പേര് നമുക്ക് തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ, ഓപ്പണിംഗ് സെറിമണിയിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ബിയറർ 2 പേരുണ്ടായിരുന്നു. ഓപ്പണിംഗ് സെറിമണിയിൽ ഹർമൻ പ്രീത് സിംഗും അതുപോലെ ലോവ്ലിന ബോർഗോഹെനും. ആരാണ്? ഹർമൻ പ്രീത് സിംഗും ഹർമൻ പ്രീത് എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. അതുപോലെ ലോവ്ലിന ബോർഗോഹെൻ, ബോക്സറായിട്ടുള്ള ലോവ്ലിന ബോർഗോഹെൻ എഴുതുന്ന സമയത്ത് എന്തോ ഒരു തെളിയാത്തൊരു പ്രശ്നം വരുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ്? ക്ലോസിംഗ് സെറിമണിയിൽ നമ്മുടെ മലയാളികളുടെ അഭിമാനമായുള്ള PR ശ്രീജേഷാണ്. ആരാണ്? PR ശ്രീജേഷാണ്. പഠിച്ചല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി വരുന്ന ചോദ്യങ്ങൾ. ഫ്ലാഗ് ബിയറേഴ്സ്, ഇന്ത്യയുടെ ഫ്ലാഗ് ബിയറേഴ്സ് എന്ന് പറയുന്ന ഓപ്പണിംഗ് സെറിമണിയിൽ ഹർമൻ പ്രീത് സിംഗും അതുപോലെ ലോവ്ലിന ബോർഗോഹെനും ആണെങ്കിൽ ക്ലോസിംഗ് സെറിമണിയിൽ അത് PR ശ്രീജേഷ് ആയിരുന്നു. മലയാളിയായിട്ടുള്ള PR ശ്രീജേഷ് ആയിരുന്നു ക്ലോസിംഗ് സെറിമണിയിൽ ഇന്ത്യയുടെ പതാക വാഹകനായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കൂടെ അവിടെ ഒന്ന്
പഠിച്ചു വെക്കണം. ഇനി 2022 ഹാങ്സോയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ടോട്ടൽ എത്ര മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട്? ഇന്ത്യ ടോട്ടൽ 28 മെഡൽസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ക്ലാരിറ്റി പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. ഇന്ത്യ ടോട്ടൽ 28 ഗോൾഡ് അടക്കം ഇന്ത്യ ടോട്ടൽ 107 മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നിട്ട് എത്രാമതാണ് ഇന്ത്യ ഫിനിഷ് ചെയ്തത്? 4th ഇതിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ച് എന്താണെന്ന് വെച്ചാൽ 107 എന്ന് പറയുന്ന നമ്പർ ഉണ്ടല്ലോ. ഇന്ത്യ ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 100+ ടോട്ടൽ മെഡൽ സ്വന്തമാകുന്നത്. 100-ലധികം ടോട്ടൽ മെഡൽസ് ഇന്ത്യ ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വന്തമാക്കുന്നത്. അങ്ങനെ ഒരു നേട്ടം കൂടി ഇവിടെയുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദ്യം വരാം. 2022 ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് ശരി? ഇത് ചൈനയിലെ ഹാങ്സോയിൽ വെച്ചിട്ടാണ് നടന്നത്. ഇന്ത്യ ആദ്യമായിട്ടാണ് 100-ലധികം മെഡൽസ് ഒരു ഏഷ്യൻ ഗെയിംസ് ടൂർണമെന്റിൽ നേടുന്നത്. ഓപ്പണിംഗ് സെറിമണിയിലെ ഫ്ലാഗ് ബീറേഴ്സ് PR ശ്രീജേഷ് ആയിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണല്ലേ. ക്ലോസിംഗ് സെറിമണിയിലാണ് PR ശ്രീജേഷ്. ബാക്കി രണ്ടും ശരിയാണെന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇന്ത്യക്ക് 28 ഗോൾഡ് മെഡൽ അടക്കം 107 മെഡൽ സ്വന്തമാക്കി 4ാമതായിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 4ാമതായിട്ട് ഫിനിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 രാജ്യങ്ങൾ ആരാണെന്ന് അറിയാമോ? ഒന്നാമത് ചൈനയാണ്. ഒന്നാമത്തെ രാജ്യം ചൈനയാണ്, ആതിഥേയരായിട്ടുള്ള ചൈനയാണ്. രണ്ടാമത്തെ ജപ്പാനാണ്. അത് കഴിഞ്ഞാൽ സൗത്ത് കൊറിയ. അത് കഴിഞ്ഞിട്ട് 4ാമതാണ് നമ്മുടെ ഇന്ത്യ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ നടക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു ടൂർണമെന്റ് നടക്കാൻ വേണ്ടി ഏഷ്യൻ ഗെയിംസ് എവിടെയൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നു എന്ന് കൂടെ നമുക്ക് ചർച്ച ചെയ്യാണ്ട് ഒന്നുകൂടെ ഞാൻ കാര്യങ്ങൾ പറയാം. 2022 ഏഷ്യൻ ഗെയിംസിന്റെ ഹോസ്റ്റ് കൺട്രി ചൈനയിലെ ഹാങ്സോയിൽ വെച്ച് നടന്നു. ഡേറ്റ് 2021 സെപ്റ്റംബർ 23 തൊട്ടിട്ട് ഒക്ടോബർ 8 വരെ. ഓപ്പണിംഗ് സെറിമണിയിൽ ഇന്ത്യയുടെ പതാക വഹിച്ചത് ഹർമൻപ്രീതും ലവ്ലിന ബോർഗോഹെനും. ക്ലോസിംഗ് സെറിമണിയിൽ ഇന്ത്യയുടെ പതാക വഹിച്ചത് PR ശ്രീജേഷ്. ഇന്ത്യക്ക് 28 ഗോൾഡ് മെഡൽ അടക്കം ടോട്ടൽ 107 മെഡൽ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 4ാമത് ഇന്ത്യ ഫിനിഷ് ചെയ്തു. ചൈനയ്ക്കും ജപ്പാനും സൗത്ത് കൊറിയയ്ക്കും ശേഷം 4ാമത് ഫിനിഷ് ചെയ്തു. ആദ്യമായിട്ടാണ് ഇന്ത്യ ഇത്തരത്തിൽ 100-ലധികം മെഡൽസ് ഒരു ഏഷ്യൻ ഗെയിംസിന്റെ സിംഗിൾ എഡിഷനിൽ സ്വന്തമാക്കുന്നത്. ഇനി 2026 ഓക്കെ, 2026, 2030, 2034 ഈ 3 വർഷത്തെ ഈ 3 വർഷത്തെ വെന്യൂ കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. 2026 ജപ്പാനാണ്. ജപ്പാനിലെ ഐച്ചി നഗോയ, പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോ എന്നല്ല, ഐച്ചി നഗോയ ജപ്പാനിൽ വെച്ചിട്ടാണ് 2026 നടക്കുന്നെങ്കിൽ 2030 ഖത്തറിലെ ദോഹയിൽ വെച്ചിട്ടാണ്. ഖത്തറിൽ വെച്ചിട്ടാണ്. 2034 റിയാദാണ്. റിയാദ് എവിടെയാണ്? സൗദി അറേബ്യ ആണല്ലേ. സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സോ അത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? 2026, 30, 34 വെന്യൂസ് ഒന്ന് നോട്ട് ചെയ്യണം. സോ ഇവിടെ ഉത്തരം എന്താണ്? നീരജ് ചോപ്രയാണ്. നമ്മൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് അതിന്റെ ഗുണം നിങ്ങൾക്ക് എക്സാം ഹാളിൽ തീർച്ചയായിട്ടും കിട്ടും. സോ ഇതാണ് നമ്മുടെ നീരജ് ചോപ്ര. അറിയാത്തവരുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. നീരജ് ചോപ്രയെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ നമുക്ക് അങ്ങോട്ട് പറയാം. നെക്സ്റ്റ് ചോദ്യം എന്താണ്? ഇൻ ഡിസംബർ 2022 ഹു അമംഗ് ദ ഫോളോയിങ് വാസ് എലക്ടഡ് ആസ് എ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ? ഓൾറെഡി ഇതുമായിട്ട് ബന്ധപ്പെട്ട SSCക്ക് മാത്രമല്ല മറ്റു പരീക്ഷകൾക്കും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു. അതായത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആരെന്നാണ് ചോദ്യം. ഓക്കെ, പ്രഥമ വനിതാ പ്രസിഡന്റ് ആരെന്ന രീതിയിലാണ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ആരാണ്? മറ്റാരുമല്ല, നമ്മുടെ മലയാളിയായിട്ടുള്ള PT ഉഷയാണ് പ്രഥമ വനിതാ പ്രസിഡന്റായിട്ട് വന്നത്. PT ഉഷയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 1984 ലോസ് ആഞ്ചലസിൽ നടന്ന ആ ഒരു ഒളിമ്പിക്സ് നമുക്ക് ഓർത്തു വയ്ക്കേണ്ടി വരുമല്ലേ. കാരണം PT ഉഷയുടെ ഏറ്റവും അഭിമാനകരമായുള്ള നേട്ടം 400 മീറ്റർ ഹഡിൽസിൽ 4th പ്ലേസ് ഫിനിഷറായിട്ട് ഇന്ത്യയുടെ തന്നെ അഭിമാനമായിട്ട് ഈ ഒരു മലയാളി മാറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് അത് നെക്സ്റ്റ് ഇയർ 1985 തന്നെ നമ്മുടെ രാജ്യം പത്മശ്രീ നൽകിയല്ലേ. പത്മശ്രീ നൽകിയിട്ട് PT ഉഷയെ ആദരിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, ഇനി ഒരു ഇലക്ഷൻ ഒളിമ്പിക് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഇലക്ഷൻ നടന്നത്. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് സുപ്രീം കോടതി നിയമിച്ച റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള നാഗേശ്വർ റാവുവിന്റെ ഒരു മേൽനോട്ടം കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഈ രീതിയിൽ മേൽനോട്ടം വഹിച്ച ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഇലക്ഷനിലെ മേൽനോട്ടം വഹിച്ച ജഡ്ജ് ആരാണെന്ന് വെച്ചാൽ അത് നാഗേശ്വര റാവു ആണ്. അദ്ദേഹത്തിന്റെ പേര് കൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. സോ ഉത്തരം മനസ്സിലായല്ലോ, PT ഉഷയാണ്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള PT ഉഷയാണ്. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പേയേഴ്സ് ഓഫ് കൺട്രീസ് ആർ ഗോയിങ് ടു ഹോസ്റ്റ് 2022 FIVB വോളിബോൾ വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ്? 2022 ഓൾറെഡി നടന്നിട്ടുള്ള
ഇവിടെ ആ സമയത്ത് 2022 പരീക്ഷയ്ക്ക് വന്ന ചോദ്യം ആയതുകൊണ്ടാണ് FIVB വോളിബോൾ വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. തന്ന ഓപ്ഷനിൽ പോളണ്ടും നെതർലാൻഡാണ് 2022 FIVB വുമൺസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിനും ആതിഥേയത്വം വഹിച്ചത്. എന്താണ് 2022 FIVB വോളിബോൾ ചാമ്പ്യൻഷിപ്പ്. വോളിബോൾ എന്ന് മാത്രം ഞാൻ എഴുതുന്നുണ്ട്, ഒരു കൂടെയുണ്ട്, വോളിബോൾ ചാമ്പ്യൻഷിപ്പ് എന്ന് മാത്രം എഴുതുന്നുണ്ട്. സോ ഇത് നടന്നത് 23 സെപ്റ്റംബർ തൊട്ടിട്ട് 15 ഒക്ടോബർ വരെയാണ്. 2022 23 സെപ്റ്റംബർ തൊട്ടിട്ട് 15 ഒക്ടോബർ വരെയാണ് ഈ ഒരു ടൂർണമെന്റ് നടന്നത്. പോളണ്ട് അതുപോലെ നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് നടന്നത്. ഇതിൽ വിന്നർ ചാമ്പ്യൻ എന്ന് പറയുന്ന രാജ്യം ഏതാണ്? സെർബിയാണ്. ആരാണ്? സെർബിയാണ് ഇതിൽ വിജയിച്ചത്. സെർബിയയുടെ സെക്കൻഡ് ടൈറ്റിലാണ് ഇതിന് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. സെർബിയയുടെ സെക്കൻഡ് ടൈറ്റിലാണ്. റണ്ണറപ്പ് ആരാണ്? ഇതിൽ റണ്ണറപ്പ് എന്ന് പറയുന്നത് ബ്രസീലാണ്. നോട്ട് ചെയ്ത് വെക്കണം. വിന്നർ സെർബിയാണ്, സെർബിയയുടെ സെക്കൻഡ് ടൈറ്റിലാണ്. റണ്ണറപ്പ് ബ്രസീലാണ്. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഈ ഒരു ടൂർണമെന്റ് ആദ്യമായിട്ടാണ്, ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് 2 വ്യത്യസ്ത രാജ്യങ്ങളിൽ നടക്കുന്നത്. അതുകൂടെ നോട്ട് ചെയ്യണം. പോളണ്ട് നെതർലാൻഡ്സ് എന്ന് പറഞ്ഞ 2 വ്യത്യസ്ത രാജ്യങ്ങളാണ് നടക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ FIVB വോളിബോൾ വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് 2 വ്യത്യസ്ത രാജ്യങ്ങളായിട്ട് നടക്കുന്നത്. ഇനി ഈ ഒരു ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആക്ച്വലി ബെലാറസ്, റഷ്യ 2 രാജ്യങ്ങളെ ഇൻഎലിജിബിൾ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് അയോഗ്യരാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം ആ സമയത്താണ് റഷ്യ ഉക്രൈൻ ആ ഒരു യുദ്ധം, ഇൻവേഷൻ, റഷ്യ ഉക്രൈനിലേക്ക് അതിക്രമിച്ച് കടന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. സോ ഈ ഒരു ടൂർണമെന്റ് അതിന്റെ കാരണത്തിൽ എന്താണ് റഷ്യ അയോഗ്യരാക്കിയിട്ടുണ്ടായിരുന്നു. റഷ്യയും ബെലാറസിനെയും അയോഗ്യരാക്കുകയും അങ്ങനെ റഷ്യക്ക് പകരമായിട്ട് ക്രൊയേഷ്യ ഈ ടൂർണമെന്റ് കയറി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് എന്താണ്? ഇൻ ഹോക്കി ഡാഷ് ഇസ് അവോർഡഡ് ഇഫ് ദ ബോൾ ഗോസ് ഓവർ ദ ബാക്ക് ലൈൻ ആഫ്റ്റർ ലാസ്റ്റ് ബീങ് ടച്ച്ഡ് ബൈ എ ഡിഫൻഡർ. എന്താണ് കാര്യം? ഫുട്ബോളിലെ ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹോക്കിയിലെ ബോൾ എന്താണ്? ഡിഫൻഡർ ടച്ച് ചെയ്ത്, ഓപ്പോസിറ്റ് ടീമിന്റെ ഡിഫൻഡർ ടച്ച് ചെയ്തുകൊണ്ടാണ് ആ ഒരു ബോള് ബാക്ക് ലൈനിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പേരിൽ വിളിക്കും? അല്ലെങ്കിൽ ആ സമയത്ത് നൽകുന്ന ആ ഒരു കാര്യത്തെ എന്ത് പേരിലാണ് നമ്മൾ വിളിക്കുന്നത്? ആ സമയത്ത് നൽകുന്ന ആ ഒരു അഡ്വാൻറ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോങ് കോർണർ എന്ന രീതിയിൽ നമ്മൾ വിളിക്കും. ഓക്കെ, ലോങ് കോർണർ എന്ന രീതിയിൽ വിളിക്കും. ഇൻ ഹോക്കി ലോങ് കോർണർ ഈസ് അവോർഡഡ് ഇഫ് ദ ബോൾ ഗോസ് ഓവർ ദ ബാക്ക് ലൈൻ ആഫ്റ്റർ ലാസ്റ്റ് ബീങ് ടച്ച്ഡ് ബൈ എ ഡിഫൻഡർ. ഒരു ഡിഫൻഡറിന് ടച്ച് ചെയ്തിട്ട് ബോള് ആ ഒരു ലാസ്റ്റ് ലൈന് കടന്നു പോയി കഴിഞ്ഞാൽ ആ ഒരു ടീമിന്, ഓപ്പോസിറ്റ് ടീമിന് എന്താണ് ലോങ് കോർണർ എന്ന് പറഞ്ഞ അഡ്വാൻറ്റേജ് ലഭിക്കുന്നതായിരിക്കും. അവസാനം എന്താണ്? അവസാനം ഡിഫൻഡറിനെ ടച്ച് ചെയ്തുകൊണ്ട് ബോള് ബാക്ക് ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ അറ്റാക്കിംഗ് ടീമിന് എന്താണ് ലോങ് കോർണർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ലഭിക്കും അല്ലേ. സോ ഗോൾ ലൈൻ എന്താണ് 20 മീറ്റർ മാറിയെങ്കിലും എന്താണ് ഈ ഒരു ലോങ് കോർണർ എടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ ലോങ് കോർണറും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സോ സർക്കിളിലേക്ക് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. സർക്കിളിലേക്ക് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യാനും പറ്റത്തില്ല. സോ ലോങ് കോർണർ എന്ന് പറയുന്ന ടേം ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകൂടെ ഒന്ന് അവിടെ ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ വാസ് ഫോംഡ് ഇൻ ദ ഇയർ. നേരത്തെ PT ഉഷയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഞാൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നാൽ അത് കാരണമാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഏത് വർഷം രൂപീകരിച്ചു എന്നാണ് ചോദ്യം. നമുക്കറിയാം ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിന്റെ ഭാഗമാവുന്നത് 1900 അല്ലേ. 1900 ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിന്റെ ഭാഗമാവുന്നത്. അന്നൊരു ഇന്ത്യക്കാരനുണ്ടല്ലോ 1900 ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സ് കളിച്ചിട്ട് വെള്ളി മെഡലൊക്കെ സ്വന്തമാക്കി ആംഗ്ലോ ഇന്ത്യന്റെ പേര് ഓർമ്മയുണ്ടോ? നോർമൻ പിച്ചാർഡ് ആണല്ലേ. നോർമൻ പിച്ചാർഡ്. അദ്ദേഹം ഇന്ത്യക്കാരൻ രീതിയിലല്ല, ബ്രിട്ടീഷ് റെപ്രസെന്റേറ്റീവ് എന്ന രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. 1900 ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിന്റെ ഭാഗമാവുന്നത് ഈ ഒരു നോർമൻ പിച്ചാർഡ്, ആംഗ്ലോ ഇന്ത്യൻ ആയുള്ള നോർമൻ പിച്ചാർഡ് ഇന്ത്യക്ക് വേണ്ടി കളിച്ച സമയത്താണ് അല്ലേ. അങ്ങനെ ആ ഒരു സമയത്ത് ഇന്ത്യ കളിച്ച് കിരീടങ്ങളിലെ ഇന്ത്യൻ നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കി. അങ്ങനെ 1920, 1924 കാലയളവിൽ 1920-24 കാലയളവിലാണ് ഇന്ത്യക്ക് തോന്നുന്നത് നമുക്കിനി അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ ഭാവിയുണ്ട് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട്. സോ ആ ഒരു ഭാവി നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. എന്താണ്? തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ബോഡി ആവശ്യമാണ്. ഗവേണിംഗ് ബോഡി നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്. ഒളിമ്പിക്സിന് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഉണ്ട്. അല്ലാതെ ഇന്ത്യക്കൊരു ഒളിമ്പിക് ഗവേണിംഗ് ബോഡി ആവശ്യമാണെന്ന് കണ്ടിട്ട് 1927 1927 സർ ദൊറാബ്ജി ടാറ്റയുടെയും അതുപോലെ തന്നെ AG നോറന്റെയും നേതൃത്വത്തിലാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. അങ്ങനെ 1927 ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ
രൂപീകരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെയും അതുപോലെ ഫൗണ്ടിങ് പ്രസിഡന്റ് ആയിട്ട് ആരാണ്? ഫൗണ്ടിങ് പ്രസിഡന്റ് ആയിട്ട് സർ ദൊറാബ്ജി ടാറ്റയാണ്. ആരാണ്? സർ ദൊറാബ്ജി ടാറ്റയാണ് അതിൻ്റെ ഫൗണ്ടിങ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ അതിൻ്റെ സെക്രട്ടറി, ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് AG നോറനാണ്. ആരാണ്? AG നോറനാണ് അതിൻ്റെ ഫൗണ്ടിങ് സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, ആ രീതി കൂടെ ഒന്ന് ഓർത്തേക്കണം. അങ്ങനെ കോർഡിനേറ്റിംഗ് ബോഡി എന്ന രീതിയിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നിലവിൽ വരികയാണ്. 1927 തന്നെ, ആ ഒരു വർഷം തന്നെ എന്താണ്, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഈ ഒരു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് അംഗീകാരം നൽകിയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് അറിയാമോ? ന്യൂഡൽഹിയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. സോ ഉത്തരം എന്താണ്? 1927 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് എന്താണ്? ദ ഫസ്റ്റ് പാരാലിമ്പിക് ഗെയിംസ് വെർ ഹെൽഡ് ഇൻ. എന്താണ് ആദ്യത്തെ പാരാലിമ്പിക് ഗെയിംസ് എവിടെ വെച്ച് നടന്നു എന്നാണ് ചോദ്യം. നമുക്കറിയാം ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ 1896 മോഡേൺ ഒളിമ്പിക്സ് ആരംഭിച്ചു. എന്നിട്ട് തന്നെ കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട് അല്ലേ. സോ അങ്ങനെ എന്താണ് 1896 കഴിഞ്ഞു, 1906 കഴിഞ്ഞു, അങ്ങനെ നീണ്ടു 1950 ഒക്കെ കഴിഞ്ഞ് നീണ്ടു പോകുന്ന കാലയളവിലാണ് ഇത്തരത്തിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ട് ആളുകൾക്ക് ഒരു ചിന്ത വരുന്നത്. ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിന്റെ ഭാഗമായിക്കൂടാ എന്ന രീതിയിൽ ഒരു ചിന്ത വരികയും അങ്ങനെ 1960 കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 23 രാജ്യങ്ങളിൽ നിന്നുമായിട്ട് 400-ലധികം പാരാ അത്ലറ്റ്സ് എന്താണ്, ഒരു സെക്കൻഡ്, ഓക്കെ, 400-ലധികം പാരാ അത്ലറ്റ്സ് എന്താണ്, 400-ലധികം പാരാ അത്ലറ്റ്സ് ഇത്തരത്തിൽ മുന്നോട്ടേക്ക് വരികയാണ്. അങ്ങനെ 1960 23 രാജ്യങ്ങളിൽ നിന്നുമായിട്ട് 400-ലധികം പാരാ അത്ലറ്റ്സിന് മുന്നോട്ടേക്ക് വരികയാണ്. അവർ പറയുകയാണ് ഞങ്ങൾക്കും ഇത്തരത്തിൽ ഒളിമ്പിക്സിന്റെ ഭാഗമാവണം. ബട്ട് സാധാരണയുള്ള ആളുകളുടെ കൂടെ ഭാഗമായി കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് ആ ഒരു കോമ്പറ്റീഷൻ വരത്തില്ല അല്ലെ. അതുകൊണ്ട് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോഡി ഫോം ചെയ്യുകയാണ്. ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി എന്ന രീതിയിൽ ഒരു കമ്മിറ്റി പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരികയും കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ 1960 അവർക്ക് വേണ്ടി പാരാ അത്ലറ്റ്സിന് മാത്രമായിട്ട് ഒരു ഒളിമ്പിക്സ് നടത്തുകയും അത് ഇറ്റലിയിലെ റോമിൽ വെച്ച് നടന്നു അല്ലെ. ഇവിടെ വെച്ചിട്ടാണ് ഇറ്റലിയിലെ റോമിൽ വെച്ച് നടന്നു. സോ ഉത്തരം എന്താണ്? റോമാണ് ഇവിടെ ഉത്തരമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. ഇറ്റലിയിലെ റോമിൽ വെച്ച് നടന്നു. 1960 ഇറ്റലിയിലെ റോമിൽ വെച്ചാണ് ആദ്യത്തെ പാരാലിമ്പിക്സ് നടക്കുന്നത്. 23 രാജ്യങ്ങളിൽ നിന്നും 400-ലധികം പാരാ അത്ലറ്റ്സ് ഇതിനായിട്ട് മുന്നോട്ടേക്ക് വന്ന സമയത്താണ് ഇത് സാധ്യമായിട്ടുണ്ടായിരുന്നത്. പാരാലിമ്പിക് എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ട് ഒഫീഷ്യലായിട്ട് സ്വീകരിക്കുന്നത് 1960 കാലത്തിലല്ല, അത് പിന്നീട് 1988 സിയോളിൽ വെച്ച് പാരാലിമ്പിക്സ് നടന്ന സമയത്താണ്. അതുകൂടെ ഓർത്തേക്കണം. ഇനി ഫസ്റ്റ് വിന്റർ പാരാലിമ്പിക്സ് നടന്നത് 1976 ഇത് സമ്മർ പാരാലിമ്പിക്സ് ആണ്. നമ്മൾ ഫസ്റ്റ് പാരാലിമ്പിക് അല്ലെങ്കിൽ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് അത് സമ്മർ ഒളിമ്പിക്സ് ആണല്ലേ. ബട്ട് വിന്റർ ഒളിമ്പിക്സ് നമ്മൾ സെപ്പറേറ്റ് പറയും. അതുപോലെ വിന്റർ പാരാലിമ്പിക്സ് ആദ്യമായിട്ട് നടന്നത് 1976 അത് എവിടെ വെച്ച് നടന്നു എന്ന് വെച്ചാൽ അത് സ്വീഡനിൽ വെച്ചിട്ടാണ് നടന്നത്. അതുകൂടെ ഓർത്തു വെക്കണം. വിന്റർ പാരാലിമ്പിക്സ് ആദ്യമായിട്ട് നടന്നത് എവിടെ വെച്ചിട്ടാണ്? സ്വീഡനിൽ വെച്ചിട്ടാണ്. നെക്സ്റ്റ് എന്താണ്? ദീപിക പള്ളിക്കൽ ഈസ് അസോസിയേറ്റഡ് വിത്ത്. താഴെ പറഞ്ഞ ഏത് കായിക വിഭാഗവുമായിട്ടാണ് ദീപ പള്ളിക്കൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദ്യം. ദീപ പള്ളിക്കൽ എന്താണ്? സ്ക്വാഷ് താരമാണ് അല്ലേ. ദീപ പള്ളിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫേമസ് ആയ ഒരു ക്രിക്കറ്റ് താരത്തിന്റെ ഭാര്യയാണ്. ആരാണെന്ന് അറിയാമോ? അറിയുന്നവരൊന്ന് ഓർത്ത് വെച്ച് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമല്ല, ജസ്റ്റ് പറയുമ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് ഇന്ത്യൻ ടു ബ്രേക്ക് ഇൻ ടു ടോപ്പ് 10 PSA വുമൺ റാങ്കിങ്. PSA വുമൺ റാങ്കിങ് എന്ന് പറയുന്നത് സ്ക്വാഷുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന റാങ്കിങ് ഏജൻസിയാണ്. സോ ആ ഒരു റാങ്കിങ്ങിൽ ടോപ്പ് 10 വന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ദീപ പള്ളിക്കൽ. സോ സ്ക്വാഷുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പേര് അന്താരാഷ്ട്ര തലത്തിൽ ലോകതലത്തിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് ദീപ പള്ളിക്കൽ. മലയാളിയാണ്. ഓക്കെ, മലയാളിയാണ്. 2012 നമ്മുടെ രാജ്യം അർജുന അവാർഡ് നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ട്. 2012 അർജുന അവാർഡ് നൽകിയിട്ട് ദീപ പള്ളിക്കലിനെ നമ്മുടെ രാജ്യം ആദരിച്ചിട്ടുണ്ട്. 2012 അർജുന അവാർഡ് നൽകിയിട്ട് ദീപ പള്ളിക്കലിനെ നമ്മുടെ രാജ്യം ആദരിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം ഓർത്തു വെക്കണം. അതുപോലെ 2014 എന്താണ്? പത്മശ്രീ നൽകിയിട്ടും ആദരിച്ചിട്ടുണ്ട്. 2014 പത്മശ്രീ നൽകിയിട്ടും നമ്മുടെ രാജ്യം ദീപ പള്ളിക്കലിനെ ആദരിച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ്? 2022 റീസൺ ആണല്ലേ. 2022 ഗ്ലാസ്ഗോയിൽ വെച്ച് നടന്ന വേൾഡ് ഡബിൾ ചാമ്പ്യൻഷിപ്പിൽ മിക്സഡ് ഡബിൾസ് അതുപോലെ ഡബിൾസ് എന്നിവയിൽ ഗോൾഡ് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഗ്ലാസ്ഗോ വേൾഡ് ഡബിൾ ചാമ്പ്യൻഷിപ്പിൽ എന്താണ്? മിക്സഡ് ഡബിൾസിലും അതുപോലെ ഡബിൾസിലും ഗോൾഡ് മെഡൽ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 2022 തന്നെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനിൽ പറഞ്ഞ ഹാങ്സോ ഏഷ്യൻ ഗെയിംസ് ഉണ്ടല്ലോ, അതിലും ഗോൾഡ് മെഡൽ സ്വന്തമാക്കാൻ വേണ്ടി സ്ക്വാഷുമായിട്ട് ബന്ധപ്പെട്ട ദീപ പള്ളിക്കലിന് സാധിച്ചിട്ടുണ്ട്. സോ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഫസ്റ്റ്, വുമൺ ടു ബ്രേക്ക് ഇൻ ടു ടോപ്പ് 10 ഓഫ് ദ PSA വുമൺ റാങ്കിങ്.
മലയാളിയാണ്. 2012 അർജുന അവാർഡും 2014 പത്മശ്രീ അവാർഡും 2022 ഗ്ലാസ്ഗോ വേൾഡ് ഡബിൾ ചാമ്പ്യൻഷിപ്പിൽ മിക്സഡ് ഡബിൾസിലും ഗോൾഡ് മെഡൽ, 2022 ഹാങ്സു ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ്, 2014 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഗോൾഡ്. അത്രയും നേട്ടങ്ങളുണ്ട്. ഇനി ആരുടെ ഭാര്യയാണെന്ന് വെച്ചാൽ ദിനേശ് കാർത്തിക് അറിയാലോ, ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു, മുൻ പ്ലെയറാണ്. ഇപ്പോൾ IPL ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഒക്കെ താരമാണ് ദിനേശ് കാർത്തിക്, കമന്റേറ്ററാണ്. സോ അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയാണ് ദീപ പള്ളിക്കൽ. ഓക്കെ, സോ ഉത്തരം സ്ക്വാഷ് ആണ്. നെക്സ്റ്റ് എന്താണ്? ഹു വാസ് ദ വിന്നർ ഓഫ് ICC മെൻസ് T20 വേൾഡ് കപ്പ് 2021? 2021 നടന്ന ICC മെൻസ് T20 വേൾഡ് കപ്പ് അല്ലെ, അതിൽ ആരാണ് വിന്നർ എന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മുടെ ഇന്ത്യ വന്നിട്ടുണ്ട്. ഇന്ത്യ അല്ല നിസ്സംശയം നമുക്ക് പറയാം. കാരണം എന്താണ്? 2007 ആദ്യമായിട്ടൊരു ICC T20 വേൾഡ് കപ്പ് നടക്കുന്നത്. അതിൽ പ്രഥമ എഡിഷനിൽ വിന്നർ ആയതല്ലാതെ പിന്നെ ഇന്ത്യക്ക് എന്താണ്, പിന്നെ അങ്ങോട്ട് ഇന്ത്യക്ക് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചില്ല, അല്ലെങ്കിൽ വിന്നർ ആവാൻ വേണ്ടി സാധിച്ചില്ല. സോ നിസ്സംശയം നമുക്ക് എന്താണ്, ഇന്ത്യയെ കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെ. നിസ്സംശയം നമുക്ക് ഇന്ത്യയെ കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഇംഗ്ലണ്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് 2022 വിന്നേഴ്സ് ആണ്. അതിന് മുന്നേ വിന്നേഴ്സ് ആയിട്ടുള്ള 2022 വിന്നേഴ്സ് ആണ്. വെസ്റ്റ് ഇൻഡീസ് ആണോ ഓസ്ട്രേലിയ ആണോ എന്ന ഡൗട്ടുള്ളൂ. ഉത്തരം എന്താണ്? ഓസ്ട്രേലിയ ആണല്ലേ. ഉത്തരം ഓസ്ട്രേലിയ ആണ്. 2021 T20 വേൾഡ് കപ്പിലെ വിന്നർ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയ ആണ്. 2022 ഞാൻ ഓൾറെഡി പറഞ്ഞു ഇംഗ്ലണ്ട് ആണ്. സോ 7th എഡിഷൻ ആയിരുന്നു ICC. 7th എഡിഷൻ ആണ്. 2007 ആദ്യ എഡിഷൻ നടന്നതെന്ന് പറഞ്ഞു. 7th ICC മെൻസ് T20 വേൾഡ് കപ്പ് ഈ 2 വർഷം കൂടുമ്പോഴാണ് സംഭവം നടക്കുന്നത്. 17th ഒക്ടോബർ തൊട്ടിട്ട് 14th നവംബർ 2021 വരെ. 17th ഒക്ടോബർ തൊട്ടിട്ട് 14th നവംബർ 2021 വരെയാണ് ഈ ഒരു ടൂർണമെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ഹോസ്റ്റ് കൺട്രി തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് ഒമാനാണ്. UAE ഒമാനാണ് ഇതിന്റെ ഹോസ്റ്റ് കൺട്രി ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് മുൻപ് കുറച്ചു കാലമല്ല, ഒരു 2 ആഴ്ച മുന്നേ എന്താണ്, സൈക്ലോൺ ഷഹീൻ ഈ പറഞ്ഞ ഒമാൻ തീരത്ത് ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഈ ഒരു ടൂർണമെന്റ് പ്രശ്നങ്ങളും ഇല്ലാതെ അവിടെ നടത്താൻ വേണ്ടി സാധിച്ചു. അതുമാത്രമല്ല, ആക്ച്വലി ഈ ഒരു ടൂർണമെന്റ് ആദ്യം നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ബട്ട് COVID-19 കാരണങ്ങൾ കാരണം നമ്മുടെ ഇന്ത്യയിൽ നടത്താൻ സാധിച്ചില്ല. അങ്ങനെ അതെന്താണ് UAE ഷിഫ്റ്റ് ചെയ്ത് പോവുകയും ചെയ്തു. സോ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈ ഒരു ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് 2 ആഴ്ച മുൻപ് സൈക്ലോൺ ഷഹീന് ഒമാൻ തീരത്ത് ശക്തമായിട്ട് ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ വെച്ചായിരുന്നു ആദ്യം ഇത് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ബട്ട് COVID-19 കാരണം അത് UAE മാറ്റിവെച്ചു. ഇതിൽ ഹോസ്റ്റ് UAE ഒമാനാണെന്ന് പറഞ്ഞു. വിന്നർ ആരാണ്? ഓസ്ട്രേലിയയുടെ ആദ്യത്തെ ടൈറ്റിൽ കൂടിയായിരുന്നു T20 വേൾഡ് കപ്പിൽ. ഓസ്ട്രേലിയക്ക് ഇതുവരെ ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല 2021 വരെ. റണ്ണറപ്പ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് ആണ്. ഇനി 2022 ഹോസ്റ്റ് കൺട്രി ഓസ്ട്രേലിയ ആയിരുന്നു. അതിൽ വിജയിച്ചത് ഇംഗ്ലണ്ട് ആയിരുന്നു. ഇനി 2024 നടക്കാൻ വേണ്ടി പോകുന്നത്, ഈ വർഷം നടക്കാൻ വേണ്ടി പോകുന്നത് US വെസ്റ്റ് ഇൻഡീസിലും ചേർന്നിട്ടാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും ഹോസ്റ്റ് ചെയ്യുന്ന 2 രാജ്യങ്ങളാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. നെക്സ്റ്റ് എന്താണ്? ഹു അമംഗ് ദ ഫോളോയിങ് ബിക്കേം ദ ഫസ്റ്റ് ഫാസ്റ്റ് ബോളർ ടു ടേക്ക് അപ്പ് ക്യാപ്റ്റൻസി ഓഫ് ദ ഓസ്ട്രേലിയൻ മെൻസ് ടെസ്റ്റ് സൈഡ് ഫുൾ ടൈം ഇൻ നവംബർ 2021? ഈ ഒരു പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് എന്താണ്, നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരു വിഷമം തോന്നും. വിഷമം ഇൻ ദ സെൻസ്, നമുക്ക് വേൾഡ് കപ്പ് കഴിഞ്ഞ ODI വേൾഡ് കപ്പ്, ഈ നവംബറിൽ നടന്ന ODI വേൾഡ് കപ്പിൽ നമുക്ക് എന്താണ്, ചുണ്ടിനും കപ്പിനും ഇടയിലാണ് നഷ്ടമായത് അല്ലേ. അതിലെന്താണ്, അതിൽ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ക്യാപ്റ്റനാണ് നമ്മൾ ഈ പറയാൻ വേണ്ടി പോകുന്ന ക്യാപ്റ്റൻ, മറ്റാരുമല്ല പാറ്റ് കമ്മിൻസൺ. ഈ ഒരു പാറ്റ് കമ്മിൻസൺ ആണ് 2021 തൊട്ടിട്ട് ഓസ്ട്രേലിയ മെൻസ് ടെസ്റ്റ് ടീമിന്റെ ഫുൾ ടൈം ക്യാപ്റ്റനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ടിം പെയിന് വിരമിച്ച സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന് ഈ ഒരു ക്യാപ്റ്റൻസി സ്ഥാനം വന്നിട്ടുണ്ടായിരുന്നത്. ക്യാപ്റ്റൻ്റെ ഓസ്ട്രേലിയ ടു ദ 6th വേൾഡ് കപ്പ് ഇൻ 2023. നമ്മുടെ ഇന്ത്യ പരാജയപ്പെടുത്തിക്കൊണ്ട് 6ാമത്തെ വേൾഡ് കപ്പ് ഓസ്ട്രേലിയക്ക് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ കൂടിയാണ് പാറ്റ് കമ്മിൻസ്. അതുപോലെ തന്നെ എന്താണ്, 2021 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യക്കെതിരായിട്ട് എന്താണ്, ഇദ്ദേഹം തന്നെയായിരുന്നു ക്യാപ്റ്റനായിട്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. 2015 ICC വേൾഡ് കപ്പിലും 2021 ICC T20 വേൾഡ് കപ്പിനെയും ടീമിൽ ക്യാപ്റ്റൻ അല്ലാതെ അംഗമായിട്ട് ഇദ്ദേഹം ഉണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് ഓർത്തിക്കണം. 2021 നവംബറിൽ ടിം പെയിൻ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിവിലേക്കാണ് പുതിയ ടെസ്റ്റ് ക്യാപ്റ്റനായിട്ട് ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ 2022 നവംബർ മാസം എന്താണ്, 1 ഡേ ഇന്റർനാഷണൽ ക്യാപ്റ്റനായിട്ട് ആരോൺ ഫിഞ്ചിന് പകരമായിട്ട് ഇദ്ദേഹം വരികയും ചെയ്തു. അങ്ങനെ 2021 നവംബർ മാസത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 6ാമത്തെ വേൾഡ് കപ്പ് ഓസ്ട്രേലിയക്ക് സമ്മാനിച്ച ക്യാപ്റ്റൻ കൂടിയാണ് പാറ്റ് കമ്മിൻസ്. അതുപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, IPL ഏറ്റവും വിലയേറിയ 2ാമത്തെ താരമായിരുന്നു പാറ്റ് കമ്മിൻസ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് 20.5 കോടി രൂപയ്ക്ക് വാങ്ങി അല്ലേ. ആദ്യം നമ്മൾ വിചാരിച്ചു ഇദ്ദേഹമാണ് ഏറ്റവും വിലയേറിയ താരമെന്ന് വിചാരിച്ചു. ബട്ട് മിച്ചൽ സ്റ്റാർക്ക് എന്താണ്, ഇദ്ദേഹത്തെ അടുത്ത് 24 കോടിക്ക് അധികം എന്താണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്
വാങ്ങിയ സമയത്ത് ഇദ്ദേഹം മൂല്യത്തിൽ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഓക്കെ, ക്ലിയർ ആണല്ലോ? പാറ്റ് കമ്മിൻസിന്റെ പേര് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിക്കണം. സ്പോർട്സ് താരം ഏത് സ്പോർട്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിക്കറ്റ് ആണ്, ഓസ്ട്രേലിയക്കാരനാണെന്ന രീതിയിലൊക്കെ പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ്? ദ നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് ഇൻ എ 110 ഹഡിൽ റേസീസ്. എന്താണ്? 110 മീറ്റർ ഉള്ള ഹഡിൽ റേസ്. ഹഡിൽ റേസ് എന്താണ് നമുക്കറിയാം, അല്ലെ? സാധാരണ വരുന്ന ആ ഒരു നമ്മുടെ ഓട്ട മത്സരം തന്നെ. അതിന്റെ മുന്നിലായിട്ട് എന്താണ് ഇതുപോലെ നമുക്ക് ഞാൻ ഫിഗർ കാണിച്ചു തരാം, ഇവിടെ ഉത്തരം കൂടെ വരും. അതുകൊണ്ടാണ് ഹഡിൽസ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടാവും, അത് ചാടിയിട്ട് വേണം നമ്മൾ ഓടാൻ വേണ്ടിയിട്ട്, അല്ലേ? സോ ഇത്തരത്തിൽ 110 മീറ്റർ ഹഡിൽ റേസിൽ എത്ര ഫ്ലൈറ്റ്സ് അല്ലെങ്കിൽ എത്ര ഹഡിൽസ് വയ്ക്കുമെന്നാണ് ചോദ്യം. 10 ഹഡിൽസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഹഡിൽ റേസ്. ഇതുപോലെ എന്താണ് 1, 2, 3 ഇതുപോലെ 10 ഹഡിൽസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 10 ഹഡിൽസ് എന്താണ് ഇതുപോലെ ചാടി കടന്ന് വേണം 110 മീറ്റർ ഹഡിൽ റേസ് വിജയിക്കാനായിട്ട്. സോ 110 മീറ്റർ ഹഡിൽ റേസിലെത്തിയാണ് 10 ഹഡിൽസ് കാണാം. ഇതിൽ ഫസ്റ്റ് ഹഡിലും അതുപോലെ ലാസ്റ്റ് ഹഡിലും തമ്മിലുള്ള വ്യത്യാസം, അതായത് ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ 10 ഹഡിലുണ്ടെങ്കിൽ ഇത് തൊട്ടിട്ട് ഫസ്റ്റ് ഹഡിൽ തൊട്ടിട്ട് ലാസ്റ്റ് ഹഡിൽ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 13.72 മീറ്റർ ആയിരിക്കും. ആ ഒരു ലൈന് ഫസ്റ്റ് ഹഡിലും അതുപോലെ തന്നെ ഫ്രം ഫസ്റ്റ് ഹഡിൽ ടു സ്റ്റാർട്ട് ലൈൻ. ഓക്കെ, ഈ ഒരു സ്റ്റാർട്ട് ലൈൻ. ഓക്കെ, സോറി, ഞാൻ പറഞ്ഞാൽ മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഒരു മൊത്തം ദൂരം എന്തായാലും 110 മീറ്റർ അല്ലേ? സോ ആ രീതിയിൽ നോക്കുമ്പോൾ 3, 4, 5, 6, 7, 8, 9, 10 ഞാൻ നേരത്തെ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇതാണ് സ്റ്റാർട്ട് ലൈൻ എന്ന് വിചാരിക്കണം. ഇതാണ് സ്റ്റാർട്ട് ലൈൻ. ഈ ഒരു സ്റ്റാർട്ട് ലൈനും ഇതാണ് ഫസ്റ്റ് ഹഡിൽ H1 എന്ന് എഴുതുന്നുണ്ട്. ഇത് H10 10th ഹഡിലാണ്. സോ സ്റ്റാർട്ട് ലൈനിൽ നിന്ന് ഫസ്റ്റ് ഹഡിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്? ആ ദൂരം എന്ന് പറയുന്നത് 13.72 മീറ്റർ ആണ്. അല്ലാതെ മൊത്തത്തിലല്ല 13.72 മീറ്റർ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു വേണ്ട. സോ ഫസ്റ്റ് ഹഡിലും സ്റ്റാർട്ട് ലൈനും തമ്മിലുള്ള ദൂരം എത്രയാണ്? 13.72 മീറ്റർ ആണ്, അല്ലേ? ബാക്കിയുള്ള 9 ഹഡിൽസ് ഉണ്ടല്ലോ, അത് 9.14 മീറ്റർ ദൂരത്തിലാണ് വെച്ചിട്ടുണ്ടാവുക. ബാക്കിയുള്ള ഈ ഒരു കാര്യങ്ങൾ ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? 9.14 മീറ്ററാണ് ഓരോന്നും പ്ലേസ് ചെയ്യണം. ഈ ഒരു ഹഡിലും തമ്മിൽ 9.14 മീറ്റർ, ഇത് തമ്മിൽ 9.14 മീറ്റർ. ഈ രീതിയിൽ അവസാനം വരെ 9.14 മീറ്റർ ഡിസ്റ്റൻസ് വരും. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി ഈ ഒരു ഹഡിലിന്റെ ഹൈറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് 106.7 സെന്റിമീറ്റർ ആണ്. 106.7 സെന്റിമീറ്റർ അല്ലെങ്കിൽ 42 ഇഞ്ചസ് ആണ് ഈ ഒരു ഹഡിലിന്റെ ഹൈറ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം. അതുപോലെ ലാസ്റ്റ് ഹഡിൽ ടു ഫിനിഷ് ലൈൻ, ഇതാണ് 10th ഹഡിൽ. അത് തൊട്ടിട്ട് ഇത് എൻഡ് ലൈൻ, ഫിനിഷ് ലൈൻ എന്ന രീതിയിൽ ഓർത്ത് വെക്കണം. ഫിനിഷ് ലൈനിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ചോദിച്ചാൽ അത് 14.02 മീറ്റർ ആണ്. 14.02 ആണ്. സ്റ്റാർട്ട് ലൈനും ഫസ്റ്റ് ഹഡിലും തമ്മിലുള്ള വ്യത്യാസം 13.72 മീറ്റർ ആണെങ്കിൽ എൻഡ് ലൈനും ലാസ്റ്റ് ഹഡിലും തമ്മിലുള്ള വ്യത്യാസം 14.02 മീറ്റർ ആണ്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തേക്കണം. അല്ലെങ്കിൽ 46 ഫീറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, 1896 മുതൽ 110 മീറ്റർ ഹഡിൽസ് ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ 400 മീറ്റർ ആയി കഴിഞ്ഞാൽ 400 മീറ്റർ ഹഡിലായാലും അവിടെ 10 ഹഡിൽസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബട്ട് ഈ പറയുന്ന ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഡിസ്റ്റൻസിൽ മാറ്റം വരും. മാത്രമേ ഉള്ളൂ 10 ഹഡിൽ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഹഡിൽസുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി എങ്ങനെ ചോദ്യം ചോദിച്ചാലും നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തുമല്ലോ. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് വോൺ ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ഗോൾഡ്സ് ഇൻ പാരാലിമ്പിക് 2020? 2020 നടന്ന പാരാലിമ്പിക്സിൽ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. ഏറ്റവും കൂടുതൽ മെഡൽ സ്വന്തമാക്കിയ രാജ്യം ഏതായിരുന്നു? നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു. ഏത് രാജ്യമാണ്? ചൈനയാണല്ലേ. ചൈനയാണ് ഏറ്റവും കൂടുതൽ മെഡൽ സ്വന്തമാക്കിയത്. ടോട്ടല് 207 മെഡൽസ് ചൈന സ്വന്തമാക്കി. അതിൽ 96 ഗോൾഡ് ഉണ്ടായിരുന്നു, 60 സിൽവർ ഉണ്ടായിരുന്നു, 51 ബ്രോൺസ്. എല്ലാം കൂട്ടിയ കറക്റ്റ് അല്ലേ? 5 7 കറക്റ്റ് ആണ്. 207 മെഡൽ ടോട്ടൽ വരുന്നുണ്ട് അല്ലേ? 207 മെഡൽ ടോട്ടൽ വരുന്നുണ്ട്. അതിൽ എത്രയാണ് ചൈന? 96 ഗോൾഡ് സ്വന്തമാക്കേണ്ട. മസ്കോട്ട് ഓർമ്മയുണ്ടോ? 2020 പാരാലിമ്പിക്സിന്റെ മസ്കോട്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? സൊമൈറ്റി അല്ലേ? സൊമൈറ്റി എന്ന് പറയുന്ന ആ ഒരു പിങ്ക് കളറിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ മസ്കോട്ട് സൊമൈറ്റി ആണ്. 2020 സമ്മർ പാരാലിമ്പിക്സിന്റെ ഡേറ്റും ഓർമ്മയുണ്ടാകുന്ന വിചാരിക്കുന്നു. 24 ഓഗസ്റ്റ് തൊട്ടിട്ട് 5 സെപ്റ്റംബർ 2022 വരെയാണ്. ഹോസ്റ്റ് കൺട്രി എന്താണ്? ജപ്പാനിലെ ടോക്കിയോ തന്നെയാണ്. അതിപ്പോൾ സമ്മർ ഒളിമ്പിക്സ് ആയാലും സമ്മർ പാരാലിമ്പിക്സ് ആയാലും ഹോസ്റ്റ് കൺട്രി സെയിമിനാണ്. ഡേറ്റ് മാറുമെന്ന് മാത്രമേ ഉള്ളൂ. ടോക്കിയോ ആണ്, ജപ്പാനിലെ ടോക്കിയോ ആണ് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടായിരുന്നത്. ആ രീതിയിലുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. അതുപോലെ ഇന്ത്യയുടെ റാങ്കിങ് എത്രാമതായിരുന്നു? ഇന്ത്യ 24th ആയിരുന്നു. ഇന്ത്യ ടോട്ടൽ 19 മെഡൽ സ്വന്തമാക്കി. അതിൽ 54 5 ഗോൾഡ്, 8 സിൽവർ പ്ലസ് 6 ബ്രോൺസ്. ഇതിൽ 8 സിൽവർ ഒക്കെ പരീക്ഷ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ രീതി കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങളും. നെക്സ്റ്റ് എന്താണ്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് ഡിഡ് ദ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ബിഗിൻ? ഏത് വർഷമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിച്ചെന്നാണ് ചോദ്യം വന്നത്.
2007 BCIC ആദ്യമായിട്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത്. സോ അങ്ങനെ 2007 ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ 2008 ഇനോഗ്രൽ എഡിഷൻ IPL ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഇനോഗ്രൽ എഡിഷൻ നടക്കുകയും അന്ന് അപ്രതീക്ഷിതമായിട്ട് എന്താണ് രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്ന ഷെയ്ൻ വാണിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു ടീം അന്ന് വിജയിക്കുകയും ചെയ്തു. താരതമ്യേന അത്രത്തോളം താരങ്ങളൊന്നും ഇല്ലാതിരുന്ന ടീമായിരുന്നു അത്. എങ്കിൽ പോലും എന്താണ് ഫസ്റ്റ് എഡിഷനിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് 2008 അവർക്ക് സാധിച്ചു. ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യയാണ് ഈ പറയുന്ന IPL കണ്ടക്ട് ചെയ്യുന്ന ഗവേണിംഗ് ഏജൻസി. 2008 രാജസ്ഥാൻ റോയൽസ് വിജയിച്ചു. 2021 ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിച്ചു. ഏറ്റവും കൂടുതൽ ടൈറ്റിൽസ് ഉള്ളത് മുംബൈ ഇന്ത്യൻസിനും ചെന്നൈ സൂപ്പർ കിങ്സിനുമാണ്. 5 ടൈറ്റിൽസ് 2 പേർക്കുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ റൺസ് ഈ ഒരു IPLുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലിയാണ്. 7263 റൺസ് വിരാട് കോഹ്ലിക്കും. ഏറ്റവും കൂടുതൽ വിക്കറ്റ് ചോദിച്ചാൽ യുസ്വേന്ദ്ര ചഹലാണ്. 187 വിക്കറ്റ് യുസ്വേന്ദ്ര ചഹലിനുണ്ട്. ഇനി IPLുമായിട്ട് ബന്ധപ്പെട്ട ഗവേണിംഗ് ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ IPLിലെ ചെയർമാൻ അരുൺ സിംഗ് ധുമാലും IPLിലെ സെക്രട്ടറി ജയ്ഷായുമാണ്. അമിത്ഷായുടെ മകനാണ് ജയ്ഷായുമാണ് IPLിന്റെ ചെയർമാൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ദ ഫിഫ അണ്ടർ-17 വുമൺ വേൾഡ് കപ്പ് 2022 ഹോസ്റ്റഡ് ബൈ 2022 വുമൺസ് അണ്ടർ-17 വുമൺസ് വേൾഡ് കപ്പ് ഏത് രാജ്യം ഹോസ്റ്റ് ചെയ്തു എന്നാണ് ചോദ്യം വരുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അണ്ടർ-17 വുമൺസ് വേൾഡ് കപ്പ് എന്ന രീതിയിൽ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്ത്യ ഹോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ആ 7th എഡിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ല. ആ ഒരു ഡേറ്റ് ആയിരുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചത്. 11th ഒക്ടോബർ തൊട്ടിട്ട് 30th ഒക്ടോബർ 2022 വരെ ഇതിന്റെ 7th എഡിഷൻ നടന്നു എന്ന് പറഞ്ഞു. ഹോസ്റ്റ് ഇന്ത്യയാണ്. ഓക്കെ, 2020 ഇന്ത്യയിൽ വെച്ച് നടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തെങ്കിലും COVID-19 കാരണം അത് 2022 പോസ്റ്റ്പോൺ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മൊറോക്കോയും ടാൻസാനിയയും ആദ്യമായിട്ട് ഈ ടൂർണമെന്റ് ഭാഗമായ കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കൊളംബിയയെ പരാജയപ്പെടുത്തി സ്പെയിൻ അവരുടെ 2nd ടൈറ്റിൽ സ്വന്തമാക്കിയ കാര്യവും നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഹോസ്റ്റ് അണ്ടർ-17 2022 ഹോസ്റ്റ് ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഇനി 2024 ഹോസ്റ്റ് ആരായിരുന്നു? അത് ഡൊമിനിക്കൻ റിപ്പബ്ലിക് ആണ്. അതുകൂടെ അവിടെ അഡീഷണൽ ആയിട്ടൊന്ന് ഓർത്തു വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ അത്രയും കാര്യങ്ങൾ? നെക്സ്റ്റ് ചോദ്യം എന്താണ്? വിച്ച് സ്പോർട്സ് പേഴ്സൺ വാസ് നെയ്മഡ് ബൈ ഹോം ഗ്രോൺ ഫാർമ മേജർ ലുപ്പിൻ ലിമിറ്റഡ് ആസ് എ ബ്രാൻഡ് അംബാസഡർ ഫോർ ഇറ്റ്സ് ശക്തി ക്യാമ്പയിൻ 2022? എന്താണ്? ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചോദിച്ചില്ലേ. ഈ ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റി, പർട്ടിക്കുലർ സ്പോർട്സ് പേഴ്സണാലിറ്റി റീസെന്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഫോർമ മേജറായിട്ടുള്ള ലുപ്പിൻ ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ആരാണ് ഈ ഒരു താരം? അല്ലെങ്കിൽ അവരുടെ ഒരു ഇനീഷ്യേറ്റീവ് അല്ല ശക്തി ക്യാമ്പയിൻ. ശക്തി ക്യാമ്പയിൻ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന ഹാർട്ട് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ് നൽകാൻ വേണ്ടിയുള്ളൊരു ഇനീഷ്യേറ്റീവാണ്. സോ അതിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് റീസെന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരെന്നാണ് ചോദ്യം. ആരാണ് ആ ഒരു വനിത? വനിത എന്ന് പറഞ്ഞാൽ ആരാണ് ആ ഒരു ബ്രാൻഡ് അംബാസഡർ എന്നാണ് ചോദ്യം. മറ്റാരുമല്ല, നമ്മുടെ ഇന്ത്യയുടെ ഇടിക്കൂടിലെ സിംഹം എന്നൊക്കെ അറിയപ്പെടുന്ന മേരി കോമാണ്. സിംഹ വനിത എന്നൊക്കെ അറിയപ്പെടുന്ന മേരി കോമാണ് ഇത്തരത്തിൽ ശക്തി ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. മുൻ ഇന്ത്യൻ ബോക്സറാണ്. സോ ലുപ്പിൻ ലിമിറ്റഡ് ആണ് 2022 ഇത്തരത്തിൽ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ ഓർത്തു വെക്കണം. വനിതകളിൽ ഉണ്ടാവുന്ന ഹൃദയ സംബന്ധമായുള്ള അസുഖങ്ങളെ കുറിച്ചിട്ട് അവയർനെസ് നൽകാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഈ പറഞ്ഞ ശക്തി എന്ന് പറയുന്ന പദ്ധതി. അതുകൂടെ അവിടെ ഒന്ന് ഓർത്തു വെക്കണം, ശക്തി എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി നമുക്ക് മേരി കോമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്താൻ പറ്റില്ല. കാരണം മേരി കോമുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ ഓരോരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം മേരി കോമിനെ കുറിച്ച് പറയേണ്ട കാര്യം അവരുടെ ആ ഒരു കായിക വിഭാഗമാണ്. എന്താണ്? ബോക്സർ ആണല്ലേ, ബോക്സിംഗ് ആണ് അവരുടെ കായിക വിഭാഗം. ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് ഓൺലി വുമൺ ടു വിൻ 6 ടൈറ്റിൽസ് വേൾഡ് അമച്വർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ്. അതായത് വേൾഡ് അമച്വർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 6 ടൈറ്റിൽ സ്വന്തമാക്കുന്ന ഏക വനിതയാണ് മേരി കോം. എന്താണ്? 6 ടൈറ്റിൽസ് അല്ലെ. എന്തിലാണ് 6 ടൈറ്റിൽസ് സ്വന്തമാക്കിയത്? വേൾഡ് അമച്വർ ബോക്സിംഗ് കോമ്പറ്റീഷനിൽ 6 ടൈറ്റിൽ സ്വന്തമാക്കുന്ന ഏക വനിതയാണ് മേരി കോം. അതുപോലെ നമ്മുടെ മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരുന്നു. രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യസഭ അംഗമായിരുന്നു മേരി കോം. അതുപോലെ എന്താണ്? 2012 നടന്ന ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബ്രോൺസ് മെഡൽ സ്വന്തമായി. 2012 നടന്ന ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബ്രോൺസ് മെഡൽ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2014 ഗോൾഡ് ഏത് വർഷമാണ്? 2014 ഗോൾഡും അതുപോലെ 2010 ബ്രോൺസും നേടിയിട്ടുണ്ട്. 2010 ബ്രോൺസും നേടാൻ വേണ്ടി മേരി കോമിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ
കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട മേരി കോംസിന്റെ നേട്ടങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ 2018 ഗോൾഡ്. മേരി കോമിന്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഗോൾഡ് സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ രാജ്യം എന്താണ്, അർജുന അവാർഡ് നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യം അർജുന അവാർഡ് നൽകിയിട്ട് 2003 ആദരിച്ചിട്ടുണ്ട്. അതുപോലെ പത്മശ്രീ നൽകിയിട്ട് നമ്മുടെ രാജ്യം പത്മശ്രീ നൽകിയിട്ട് 2006 മേരി കോമിനെ ആദരിച്ചിട്ടുണ്ട്. അതുപോലെ ഖേൽ രത്ന നൽകിയിട്ട് 2009 ആദരിച്ചിട്ടുണ്ട്. അന്നൊക്കെ രാജീവ് ഗാന്ധി ഖേൽ രത്നയാണ്, ഇന്ന് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡാണ് അല്ലേ, 2009 ആദരിച്ചിട്ടുണ്ട്. അതുപോലെ പത്മഭൂഷൺ നൽകിയിട്ട്, ഈ അവാർഡൊക്കെ പഠിച്ചേക്കണം, അവാർഡൊക്കെ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. 2013 ആദരിച്ചിട്ടുണ്ട്. അതുപോലെ പത്മവിഭൂഷൺ 3 പത്മ അവാർഡ് ലഭിച്ചു അല്ലേ, പത്മവിഭൂഷൺ നൽകിയിട്ട് 2020 ആദരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മേരി കോമിന്റെ ഓട്ടോബയോഗ്രഫി എന്താണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓതർ ചെയ്ത പുസ്തകമാണ് അൺബ്രേക്കബിൾ എന്നാണ്. ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുണ്ട്. അൺബ്രേക്കബിൾ എന്നാണ് ഈ ഓട്ടോബയോഗ്രഫിയുടെ പേര്. ക്ലിയർ ആണല്ലോ? മേരി കോമുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ബോക്സറാണ്, അമച്വർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 6 ടൈറ്റിൽസ്, വേൾഡ് അമച്വർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 6 ടൈറ്റിൽസ് സ്വന്തമായുള്ള ഏക വനിതയാണ്. മുൻ രാജ്യസഭ MP ആയിരുന്നു. 2012 നടന്ന ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ബ്രോൺസ് മെഡൽ സ്വന്തമാക്കേണ്ട. ഏഷ്യൻ ഗെയിംസിൽ 2014 ഗോൾഡും 2010 ബ്രോൺസും സ്വന്തമാക്കേണ്ട. കോമൺവെൽത്ത് ഗെയിംസിൽ 2018 ഗോൾഡ് മെഡൽ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. രാജ്യം അർജുന അവാർഡ് നൽകി 2003 ആദരിച്ചു. പത്മശ്രീ 2006, ഖേൽ രത്ന അവാർഡ് 2009, പത്മഭൂഷൺ 2013, പത്മവിഭൂഷൺ 2020. അൺബ്രേക്കബിൾ എന്നതാണ് ഓട്ടോബയോഗ്രഫിയുടെ പേര്. ക്ലിയർ ആണല്ലോ അത്രയും കാര്യങ്ങൾ? മേരി കോം ഇതാണ്. ഫിഗർ ഒന്ന് നോക്കിക്കോളൂ. നെക്സ്റ്റ് എന്താണ്? ഇൻ T20 ക്രിക്കറ്റ് മാച്ചസ് എ ബോളർ ക്യാൻ മാക്സിമം ബോൾ ഓഫ്. അതായത് ഒരു 2020 മാച്ചിൽ ഒരു ടീമിൽ ഒരു ബോളർക്ക് എത്ര ഓവർ വരെ മാക്സിമം ചെയ്യാമെന്നതാണ് ചോദ്യം. നമ്മൾ സാധാരണ കേൾക്കുന്ന 3 ടൂർണമെൻറ്റാണ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട 3 ഫോർമാറ്റാണ്. ഒന്ന് T20 ഇന്റർനാഷണൽ, മറ്റൊന്ന് വൺ ഡേ ഇന്റർനാഷണൽ, മറ്റൊന്ന് ടെസ്റ്റ്. T20യുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ T20യിൽ 20 ഓവേഴ്സാണ് വരുന്നത്. ODIയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 50 ഓവേഴ്സാണ് വരുന്നത്. ടെസ്റ്റിന് ഓവർ ലിമിറ്റും കാര്യങ്ങളും ഇല്ലെങ്കിൽ പെർ ഡേ 90 ഓവേഴ്സാണ് വരുന്നത്. ടോട്ടൽ ഓവർ നമ്മൾ നോക്കുന്ന സമയത്ത് 5 × 90 450 ഓവറാണ്. 450 തൊട്ടിട്ട് 500, മാക്സിമം ഒരു 450-500 ഓവർ വരെ മാത്രമേ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുള്ളൂ. ഇൻഡിഫിനിറ്റ് ഒന്നുമല്ല. ബട്ട് ഇത് പറഞ്ഞതുപോലെ 20-50 ഓവർ എന്ന് പറഞ്ഞ ലിമിറ്റ് ഒന്നുമില്ല. പെർ ഡേ 90 ഓവർ ലിമിറ്റഡ് ആ ഒരു കാര്യം മാത്രമേ വരുന്നുള്ളൂ. സോ ഇത്തരത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, T20യുമായിട്ട് ബന്ധപ്പെട്ട് മാക്സിമം എന്താണ്, T20യുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 5 ബോളേഴ്സിന് വരെ, 5 ബോളേഴ്സിന് വരെ 4 ഓവർ, മാക്സിമം 5 ബോളേഴ്സ് അല്ല, വേണമെങ്കിൽ 10 ബോളേഴ്സിനും ബോൾ ചെയ്യാം, 2 ഓവർ വെച്ച് എറിയാം. ഒരു ബോളർക്ക് മാക്സിമം എന്താണ് 4 ഓവർ വരെ എറിയാൻ വേണ്ടി സാധിക്കും. സോ എന്താണ് ചോദ്യം? ഇൻ T20 ക്രിക്കറ്റ് മാച്ചസ് എ ബോളർ ക്യാൻ ബോൾ എ മാക്സിമം എത്ര ഓവറാണ്? 4 ഓവേഴ്സ് ആണ് അല്ലേ. സോ അത്തരത്തിൽ എന്താണ് 5 ബോളേഴ്സിന് 4 ഓവർ ചെയ്തിട്ട് 20 ഓവർ കംപ്ലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് 2 ബോളേഴ്സിന് 4 ഓവർ കൊടുത്തിട്ട് ബാക്കിയുള്ള 12 ഓവർ വേണമെങ്കിൽ എന്താണ് 12 ഓവർ 6 ബോളേഴ്സിന് വീതിച്ച് നൽകാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ബട്ട് ഒരു ബോളർക്ക് 4 ഓവറിന് മേലെ T20 ഇന്റർനാഷണലുമായിട്ട് ബന്ധപ്പെട്ട് ബോൾ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇനി എന്താണ് ODIയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5 ബോളേഴ്സ്, ഇത് പറഞ്ഞ പോലെ 5 ബോളേഴ്സിന് 10 വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് 50 ഓവർ ആവും അല്ലേ. സോ ഒരു ബോളർക്ക് മാക്സിമം എത്രയാണ്? 10 ഓവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ബോളർക്ക് മാക്സിമം 10 ഓവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നോ ലിമിറ്റാണ്. ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നോ ലിമിറ്റാണ്. ടോട്ടൽ എന്താണ്? ടോട്ടൽ ഈ പറയുന്ന സമയത്ത് നമ്മൾ എന്താണ്, ഒരു ടീം ബോൾ ചെയ്തിട്ട് ആ ടീം എത്രയാണ്, ആ ടീം ഒരു 100 ഓവർ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അതിൽ 50 ഓവറും എന്താണ്, 50 ഓവർ ഒരു വ്യക്തിക്ക് തന്നെ എറിയാൻ വേണ്ടി പറ്റുന്നതാണ്. സോ അതിൽ ലിമിറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ 4 ഓവറാണ് T20 ഇന്റർനാഷണലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി T20 ഇന്റർനാഷണലുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് പറയുകയാണെങ്കിൽ നോ ബോൾ ചെയ്ത് കഴിഞ്ഞാൽ, നോ ബോൾ എന്ന് പറയുമ്പോൾ ആ ഒരു ലൈന് വരച്ചിട്ടുണ്ട്, ബോളർ ബോൾ ചെയ്യാനുള്ള ലൈൻ, ആ ഒരു ലൈനിൽ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ബോളർ ബോൾ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് അതിന് മുന്നിലേക്ക് പോയിട്ട് ബോൾ ചെയ്താൽ നോ ബോൾ വിളിക്കും അല്ലേ. നോ ബോൾ വന്ന ഫ്രീ ഹിറ്റാണ്. ഫ്രീ ഹിറ്റ് എന്ന് പറയുമ്പോൾ ബോളർക്ക് എന്താണ്, ബാറ്റ്സ്മാൻ എന്താണ്, ആ ബോളിൽ ഔട്ടാവാൻ ഒരു വിധത്തിലുള്ള വഴിയില്ല, എക്സെപ്റ്റ് റൺ ഔട്ട് അല്ലാതെ മറ്റു രീതിയിലും ഔട്ടാക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതുപോലെ T20യുമായിട്ട് ബന്ധപ്പെട്ട് പവർ പ്ലേ വരുന്നുണ്ട്. ഫസ്റ്റ് 6 ഓവർ പവർ പ്ലേ ആണ്.
മാക്സിമം 2 പ്ലേയേഴ്സിന് മാത്രമേ 30 യാർഡിന് സർക്കിളിന് പുറത്ത് നിൽക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇനി സപ്പോസ് ടൈ വന്നു കഴിഞ്ഞാൽ എന്താണ് സൂപ്പർ ഓവർ നടക്കും അല്ലേ. 2007 നടന്ന T20 വേൾഡ് കപ്പിലൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ ടൈ ഒക്കെ വന്ന സമയത്ത് അവിടെ ബോൾ ഔട്ട് ആയിരുന്നു. അതായത് ബോളേഴ്സ് ഒരു ഓവർ ബോൾ എറിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആരാണ് സ്റ്റെമ്പിന് കൊള്ളിക്കുന്നത് എന്ന രീതിയിൽ നോക്കും. അതിൽ ഇന്ത്യയൊക്കെ ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ എറിഞ്ഞ സമയത്ത് ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ അങ്ങനെയല്ല, സൂപ്പർ ഓവർ ഒരു ഓവർ മാക്സിമം 2 വിക്കറ്റ് വരെ വീഴുന്ന രീതിയിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഒരു ബോളർക്ക് മാത്രം ബോൾ എറിയുന്ന രീതിയിലൊക്കെ കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ റൺ ആരാണോ ആ ഒരു ഓവറിൽ എടുക്കുന്നത് ആ ടീം ജയിക്കും. ഇനി സപ്പോസ് സൂപ്പർ ഓവറിലും ഡ്രോ ആണെങ്കിൽ വീണ്ടും ഒരു സൂപ്പർ ഓവർ നടത്തും. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം എന്താണ് സൂപ്പർ ഓവറിൽ 2 തവണ പോയിട്ടുണ്ടായിരുന്നു അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ODI ആണെങ്കിൽ 10 ഓവർ ഒരു ബോളർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ടെസ്റ്റ് ആണെങ്കിൽ നോ ലിമിറ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തിക്കണം. സോ 4 ഓവറാണ് ഉത്തരം. നെക്സ്റ്റ് എന്താണ്, ഇൻ വിച്ച് ഇയർ ഇന്ത്യ വോൺ ഇൻ മെൻസ് ഹോക്കി ഇൻ ദ ഒളിമ്പിക് ഗെയിംസ്. ഒളിമ്പിക് ഗെയിംസിൽ മെൻസ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ താഴെ പറയുന്ന ഏത് വർഷമാണ് ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയെന്നാണ് ചോദ്യം. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒളിമ്പിക് മെഡൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതുവരെയായിട്ട് 8 ഗോൾഡ് മെഡൽ. എത്രയാണ്? 8 ഗോൾഡ് മെഡൽ. മറ്റൊരു ടീമിനും സാധ്യമാവാത്ത 8 ഗോൾഡ് മെഡൽ എന്ന ഒളിമ്പിക്സിൽ നേട്ടം നമ്മുടെ ആർക്കുണ്ട്? നമ്മുടെ ഇന്ത്യക്കുണ്ട്. ഒളിമ്പിക്സിലെ ടീം ഇവന്റിൽ ഹോക്കിയിൽ ഇന്ത്യക്ക് 8 ഗോൾഡ് മെഡൽ ഉണ്ട്. അത് തന്നെ എന്താണ് 6 ഗോൾഡിന്റെ റോ ആണ്. തുടർച്ചയായിട്ടുള്ള ഒളിമ്പിക്സിൽ 6 തവണ ഇന്ത്യക്ക് എന്താണ് ഗോൾഡ് മെഡൽ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ചൈത്രയാത്ര എപ്പോൾ ആരംഭിച്ചു എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇന്ത്യ ഈ ഒരു നേട്ടം സ്വന്തമാക്കുന്ന 1928 ഓക്കെ, 1928 ആംസ്റ്റർഡാമിൽ വെച്ച് നടന്ന. ആംസ്റ്റർഡാം എവിടെയാണ്? ആംസ്റ്റർഡാം നെതർലാൻഡ്സ് ആണല്ലേ. ആംസ്റ്റർഡാമിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീം ആദ്യമായിട്ട് ഗോൾഡ് മെഡൽ നേടി. അതിനുശേഷം നെക്സ്റ്റ് ഒളിമ്പിക്സ് തന്നെ എന്താണ് 1932 അന്ന് ലോസ് ആഞ്ചലസിൽ വെച്ചിട്ടാണ് നടന്നത്. ലോസ് ആഞ്ചലസ് എവിടെയാണ്? US അല്ലേ. അതിലും ഗോൾഡ് മെഡൽ സ്വന്താക്കി. വീണ്ടും എന്താണ് 1936 വീണ്ടും തുടർച്ചയായിട്ട് എന്താണ് ഇന്ത്യ ജർമ്മനിയിൽ ബെർലിൻ എന്ന് പറയും മണി ഹിസ്റ്റിലേക്ക് പോയത് ജർമ്മനിയിൽ വെച്ച് നടന്ന ടൂർണമെന്റിലും ഇന്ത്യ സ്വന്തമാക്കി. വീണ്ടും 1940 പിന്നെ 1944 ടൂർണമെന്റ് നടക്കേണ്ടിയിരുന്നത്. ബട്ട് ഈ 2 സമയം ടൂർണമെന്റ് നടന്നില്ല. കാരണം വേൾഡ് വാർ 2 കാരണം ടൂർണമെന്റ് നടന്നിട്ടില്ല. പിന്നെ എത്രയാണ് പിന്നെ നടക്കുന്ന ടൂർണമെന്റ് കണ്ടിന്യൂസ് ആയ ടൂർണമെന്റ് നടക്കുന്നത് പിന്നെ 1948 48 എവിടെയാണ്? 48 ലണ്ടനിലാണ്. ഗ്രേറ്റ് ബ്രിട്ടനിലെ ലണ്ടനിൽ വെച്ച് നടക്കുന്നു. അതിലും ഇന്ത്യ ഗോൾഡ് മെഡൽ സ്വന്തമാക്കി. അതിനുശേഷം 1952 ഹെൽസിങ്കി. വീണ്ടും നമ്മൾ മണി ഹിസ്റ്റേക്ക് പോയല്ലേ. ഹെൽസിങ്കി എവിടെയാണെന്ന് അറിയാമോ? ഫിൻലാൻഡിലാണ്. അവിടെ വെച്ച് നടന്ന ഒളിമ്പിക്സ്. അതിനുശേഷം 1956 മെൽബൺ ഓസ്ട്രേലിയയിലെ മെൽബണിൽ വെച്ച ഒളിമ്പിക്സിൽ. സോ 1 2 3 4 5 6 സോ 6 ഒളിമ്പിക് ഗോൾഡിന്റെ റോ അല്ലേ ഇന്ത്യക്ക് സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചു. പിന്നീട് 60 ഇന്ത്യക്ക് നേട്ടം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചില്ല. ബട്ട് 64 ഇന്ത്യ ശക്തമായിട്ട് തിരിച്ചു വന്നു. 1964 ഇന്ത്യ ശക്തമായിട്ട് തിരിച്ചു വന്നു. ടോക്കിയോ അതായത് ജപ്പാൻ 2020 നടന്ന അതേ വെന്യൂ തന്നെ. ജപ്പാനിൽ ഇന്ത്യ വീണ്ടും ഗോൾഡ് മെഡൽ സ്വന്തമാക്കി. പിന്നെ 68 72 76 വീണ്ടും ഇന്ത്യ തിരിച്ചു വരുന്നത് 1980 മോസ്കോയിൽ വെച്ച് നടന്ന സോവിയറ്റ് യൂണിയൻ ഇന്നത്തെ റഷ്യ മോസ്കോ USSR വെച്ച് നടന്ന ടൂർണമെന്റിൽ ഇന്ത്യ വീണ്ടും സ്വർണം സ്വന്തമാക്കി. സോ ഈ ഒരു 6+2 ടോട്ടൽ 8 ഗോൾഡ് മെഡൽ ഇന്ത്യ സ്വന്തമാക്കി. അതിൽ 6 ഇന്ത്യ റോ ആയിരുന്നു അല്ലെ. അതിനുശേഷം 2020 നമ്മുടെ ടോക്കിയോ. ജപ്പാനിൽ ഇന്ത്യ ബ്രോൺസ് ഗോൾഡ് നേടാൻ വേണ്ടി പറ്റിയില്ല, ബ്രോൺസ് നേടിയിട്ടുണ്ട്. സോ തന്ന ചോദ്യം എന്തായിരുന്നു? ഇൻ വിച്ച് ഇയർ ഇന്ത്യ വൺ ഗോൾഡ് മെഡൽ ഇൻ മെൻസ് ഹോക്കി ഒളിമ്പിക് ഗെയിംസ്? ഏതൊക്കെയാണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത്? 1984 അല്ലേ. 1984 തന്ന നമ്മൾ എഴുതിയതിലില്ല. 1992 ഉണ്ടോ? ഇല്ല. 1988 ഉണ്ടോ? ഇല്ല. 1980 ഉണ്ടോ? ഉണ്ട്. സോ 1980 ആണ് ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഒന്ന് നോട്ട് ചെയ്യണം. ഇപ്പോൾ റീസെന്റ് ആയിട്ട് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ നേടാൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. 41 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ 2021 ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? നെക്സ്റ്റ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 വിൽ ബി ഹോസ്റ്റഡ് ബൈ. 2026 നടക്കാൻ വേണ്ടി പോകുന്ന ഫിഫ വേൾഡ് കപ്പ് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് ചോദ്യം. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 രാജ്യങ്ങളാണ് അല്ലേ. ഏതൊക്കെയാണ്? കാനഡ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. സോ കാനഡ ഉണ്ടെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രസീലും അർജന്റീനയും നമ്മൾ കട്ട് ചെയ്തോളൂ. ഓക്കെ, കാനഡയുണ്ട്, അതുപോലെ USA ഉണ്ട്. USA ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. കാനഡയുണ്ട്, USA ഉണ്ട്, 2 ഓപ്ഷൻ ഉണ്ട്. കൂടെ കൂടെ ബ്രസീൽ ഇല്ല. പകരം
മെക്സിക്കോ ആണെന്ന കാര്യം നമുക്കറിയാം. സോ ഉത്തരം എന്താണ്? കാനഡ, USA ആൻഡ് മെക്സിക്കോ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 23ാമത്തെ ഫിഫ വേൾഡ് കപ്പാണ്, 23rd ഫിഫ വേൾഡ് കപ്പാണ് 2026 കാനഡ, USA ആൻഡ് മെക്സിക്കോയിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുൻപ് മെക്സിക്കോയിൽ ഫിഫ വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നടന്നിട്ടുണ്ട്. 1970, 1986 ഈ 2 വർഷങ്ങളിൽ എന്താണ് മെക്സിക്കോയിൽ ഫിഫ വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് മെക്സിക്കോയിൽ നടന്നിട്ടുണ്ട്. സോ മെക്സിക്കോയിൽ എന്താണ് 3ാമത്തെ തവണയാണ്, 3rd ടൈമാണ് മെക്സിക്കോയിൽ ഈ പറയുന്ന ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. ഫസ്റ്റ് കൺട്രി ടു ഹോസ്റ്റ് അല്ലെങ്കിൽ കോ ഹോസ്റ്റ് 3 ടൈം, 3 തവണ ഹോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കോ ഹോസ്റ്റ് ആവും, ഏത് രീതിയിലാവും, 3 തവണ ഹോസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമായിട്ട് എന്ത് മാറേണ്ട? മെക്സിക്കോ മാറി. 1970, 86 കൂടെ 2026 കൂടെ ആഡ് ചെയ്യുന്നത്. 2026 ഈ ഒരു നേട്ടം അവർ സ്വന്തമാക്കുക. ഇനി എന്താണ്? ഇനി US ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ US ലാസ്റ്റ് ടൈം ഹോസ്റ്റ് ചെയ്യുന്നത് 1994 US മുൻപ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് കാനഡ എന്താണ്? കാനഡ ഇതുവരെ ഹോസ്റ്റ് ചെയ്യല. കാനഡ എന്താണ്? ഫസ്റ്റ് ടൈമാണ് കാനഡ ഹോസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് കാനഡ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. ഇനി ഇത്തരത്തിൽ കാനഡ, USA, മെക്സിക്കോയുടെ കൂടെ മത്സരിച്ച ഹോസ്റ്റ് റൈറ്റിന് വേണ്ടി മത്സരിച്ച മറ്റൊരു രാജ്യം നോക്കുകയാണെങ്കിൽ അത് ഏതാണ്? അത് മൊറോക്കോ ആണ്. മൊറോക്കോ കൂടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് മൊറോക്കോക്ക് എന്താണ്? മൊറോക്കോക്ക് ഈ ഒരു ഹോസ്റ്റ് റൈറ്റ് സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചില്ല. അതുകൂടെ ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്? ദ വേർഡ് ഡയറക്റ്റ് ഫ്രീ കിക്ക് ഇസ് റിലേറ്റ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ്? ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡയറക്റ്റ് ഫ്രീ കിക്ക് എന്ന് പറയുന്ന വേർഡ്? എല്ലാവർക്കും അറിയുന്നതാണ്. ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ് ഡയറക്റ്റ് ഫ്രീ കിക്ക് അല്ലെ. എ ഫ്രീ കിക്ക് ദാറ്റ് ക്യാൻ ബി സ്കോർഡ് ഡയറക്ട്ലി വിത്തൗട്ട് എനദർ പ്ലെയർ ടച്ച് ചെയ്യുമ്പോൾ, മറ്റൊരു പ്ലെയർ എന്താണ് ബോൾ ടച്ച് ചെയ്യാതെ ഈ പറയുന്നത് പോലെ നമുക്ക് എന്താണ് ഡയറക്റ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഫ്രീ കിക്ക് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. സോ എ ഫ്രീ കിക്ക് ദാറ്റ് ക്യാൻ ബി സ്കോർഡ് ഡയറക്ട്ലി വിത്തൗട്ട് എനദർ പ്ലെയർ ടച്ചിങ് ബോൾ. മോസ്റ്റ് സീരിയസ് ഒഫൻസിനൊക്കെയാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഫൗളിനൊക്കെയാണ് ഇത്തരത്തിൽ ഓപ്പോസിറ്റ് ടീമിന് എന്താണ് ഡയറക്റ്റ് ഫ്രീ കിക്ക് നൽകുന്നത്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്? ഇന്ത്യൻ ബോക്സേഴ്സ് ഡാഷ് വോൺ ഗോൾഡ് മെഡൽ അറ്റ് ദ 73rd സ്പാൻജ മെമ്മോറിയൽ ബോക്സിംഗ് ടൂർണമെന്റ് ഹെൽഡ് ഇൻ സോഫിയ, ബൾഗേരിയ ഇൻ ഫെബ്രുവരി 2022. 2022 ഫെബ്രുവരി മാസത്തിൽ ബൾഗേരിയയിലെ സോഫിയയിൽ വെച്ച് നടന്ന 73ാമത്തെ സ്പാൻജ മെമ്മോറിയൽ ബോക്സിംഗ് ടൂർണമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യ റെപ്രസെന്റ് ചെയ്തിട്ട് ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയ 2 താരങ്ങളുടെ പേരാണ് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളത്. ആരൊക്കെയാണ്? ഈ ഒരു ബോക്സിംഗ് ടൂർണമെന്റ് ആണ്. സോ തീർച്ചയായിട്ടും ബോക്സേഴ്സ് മാത്രമേ വരത്തുള്ളൂ. 73ാമത്തെ സ്റ്റാൻജ മെമ്മോറിയൽ ബോക്സിംഗ് ടൂർണമെന്റ് ആണ് ബൾഗേറിയയിലെ സോഫിയയിൽ വെച്ചിട്ട് 2022 ഫെബ്രുവരി മാസത്തിൽ നടന്നു. ഇതിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണ് നിക്കത്ത് സറീൻ. നിക്കത്ത് സറീന്റെ ഈ ഒരു പേരിലില്ല, ഇതിലുമില്ല. സോ നിക്കത്ത് സറീൻ ഇതുമാണ് ഉത്തരമായിട്ട് വരേണ്ടത്. നിക്കത്ത് സറീൻ 52 കാറ്റഗറിയാണ്, രണ്ടിലും 52 തന്നെ കൊടുത്തിട്ടുള്ളത്. കൂടെ ആരാണ്? കൂടെ നീതു കൂടെയുണ്ട്. നീതുവും നിക്കത്ത് സറീൻ 2 പേരാണ്. ആരൊക്കെയാണ്? നീതുവും അതുപോലെ തന്നെ നിക്കത്ത് സറീനുമാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. സോ ഇവിടെ ഉത്തരം എന്താണ്? നീതുവും അതുപോലെ നിക്കത്ത് സറീനുമാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യ ഈ ടൂർണമെന്റിൽ മൊത്തം 2 ഗോൾഡും, ഈ പറയുന്ന ടൂർണമെന്റിൽ ഇന്ത്യ 2 ഗോൾഡും അതുപോലെ 1 ബ്രോൺസും ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട്. ഗോൾഡ് സ്വന്തമാക്കിയ ആളുകളുടെ പേര് പറഞ്ഞു. നിക്കത്ത് സറീൻ 52 കിലോഗ്രാം കാറ്റഗറിയിലും നീതു 48 കിലോഗ്രാം കാറ്റഗറിയാണ്. ഇനി നന്ദിനിയാണ് ബ്രോൺസ് സ്വന്തമാക്കിയത്. നന്ദിനി 81 കിലോഗ്രാം കാറ്റഗറിയിൽ നന്ദിനിയാണ് ബ്രോൺസ് സ്വന്തമാക്കേണ്ടത്. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്? ദ ലെങ്ത് ഓഫ് ദ ബാഡ്മിന്റൺ കോർട്ട് ഫോർ സിംഗിൾസ് ഈസ്. ബാഡ്മിന്റൺ സിംഗിൾസ് ടൂർണമെന്റിൽ ബാഡ്മിന്റൺ കോർട്ടിന്റെ ലെങ്ത് എത്ര എന്ന രീതിയിലാണ് ചോദ്യം വന്നത്. ലെങ്ത് എത്രയാണ്? ലെങ്ത് 13.4 മീറ്റർ ആണ്. 13.4 മീറ്റർ ആണ്. ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഒരു ബാഡ്മിന്റൺ സിംഗിൾസ് കോർട്ട്. 13.4 മീറ്റർ ഇതിന്റെ ലെങ്ത് കാണുന്നുണ്ട്. ഇനി വിഡ്ത്ത് ചോദിച്ചാൽ 6.1 മീറ്റർ ആണ്. വിഡ്ത്ത് 6.1 മീറ്റർ അല്ലെങ്കിൽ 20 ഫീറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഫീറ്റിലാണ് തന്നെങ്കിൽ 20 ഫീറ്റ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ലെങ്ത്തും ഫീറ്റിലാണ് തന്നെങ്കിൽ അത് 44 ഫീറ്റ് എന്നായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാകുക. ലെങ്ത് തന്നെങ്കിൽ 44 ഫീറ്റിലാണ്. സെയിം ലെങ്ത്തുള്ള ഇത് കാര്യം തന്നെയാണ് സിംഗിൾസിനാലും ഡബിൾസിനാലും സ്റ്റാൻഡേർഡ് ബാഡ്മിന്റൺ കോർട്ടായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ ഡയഗണൽ ലെങ്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡയഗണൽ ലെങ്ത്തും ചോദിക്കാറുണ്ട്. ഡയഗണൽ ലെങ്ത് 14.36 മീറ്റർ ആണ്. ഡയഗണൽ ലെങ്ത് 14.36 മീറ്റർ ആണെന്ന രീതിയിൽ കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഫുൾ ഡയഗണൽ ലെങ്ത് 14.36 മീറ്റർ ആണ്. നെക്സ്റ്റ് ചോദ്യം എന്താണ്? ഇൻ ഒക്ടോബർ 2021 19-year-old ഡാഷ് വോൺ ദ സിൽവർ മെഡൽ അറ്റ് ദ വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. 2021 വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 19 വയസ്സുള്ള ഏത് കായിക താരമാണ്
സിൽവർ മെഡൽ സ്വന്തമാക്കിയെന്നാണ് ചോദ്യം വന്നത്. വുമൺസിന്റെ 57 കിലോഗ്രാം കാറ്റഗറിയിലാണ് ഈ ഒരു വ്യക്തി സ്വന്തമാക്കിയത്. മറ്റാരുമല്ല, അൻഷു മാലിക് ആണ്. ഓക്കെ, അൻഷു മാലിക് എന്ന് പറയുന്ന റെസ്ലറാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗത്തിലാണ് ഫൈനലിൽ പരാജയപ്പെട്ട് സിൽവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ എ വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് സിൽവർ മെഡൽ എന്ന നേട്ടം കൊണ്ട് അൻഷു മാലിക് അതിലൂടെ സ്വന്തമാക്കിയതാണ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ എ വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് സിൽവർ മെഡൽ. എന്ത് മെഡലാണ്? സിൽവർ. അതിന് ബ്രോൺസ് ഒക്കെ ആളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ബട്ട് സിൽവർ മെഡൽ ഇതുവരെ ഒരു ഇന്ത്യൻ വനിത പോലും നേടിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ എ വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് സിൽവർ മെഡൽ എന്ന നേട്ടം ആര് സ്വന്തമാക്കി? അൻഷു മാലിക് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ അൻഷു മാലിക്കിന്റെ പേര് ഓർത്തു വെക്കണം. ഇതിനു മുൻപ് 5 ഇന്ത്യൻ വനിതകൾ ബ്രോൺസ് നേടിയിട്ടുണ്ട്. അൽക്ക തോമർ 2006. ഇവിടെ ഞാൻ നോട്ട് ചെയ്ത് തരാം. 5 വനിതകൾ: അൽക്ക തോമർ 2006, അതുപോലെ ഗീത ഫോഗോട്ടും സഹോദരിയായിട്ടുള്ള ബബിത ഫോഗോട്ടും, ഗീത ഫോഗോട്ട്, അതുപോലെ ബബിത ഫോഗോട്ട്, രണ്ടുപേരും എന്താണ് 2012 സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ പൂജ ദണ്ഡ 2018 വിനേഷ് ഫോഗട്ട് 2019 ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി അൻഷു മാലിക് 2022 കോമൺവെൽത്ത് ഗെയിംസിലും നേട്ടം സ്വന്തമാക്കി. 57 കിലോഗ്രാം വിഭാഗത്തിൽ തന്നെ സിൽവർ മെഡൽ കോമൺവെൽത്ത് ഗെയിംസിലും സ്വന്തമാക്കേണ്ടത് വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഉത്തരം അൻഷു മാലിക് ആണ്. ഇതാണ് അൻഷു മാലിക്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് വാസ് എ ഹോസ്റ്റ് ഓഫ് AFC വുമൻസ് ഏഷ്യ കപ്പ് ഫുട്ബോൾ 2022? 2022 വുമൻസ് AFC ഏഷ്യ കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്ന് ചോദ്യം. നമ്മുടെ ഇന്ത്യയാണ് ഇത്തരത്തിൽ ആതിഥേയത്വം വഹിച്ചത്. 2022 AFC വുമൻസ് ഏഷ്യ കപ്പ് നടന്നത് 20 ജനുവരി തൊട്ടിട്ട് 6 ഫെബ്രുവരി വരെയാണ്. 2022 20 ജനുവരി തൊട്ടിട്ട് 6 ഫെബ്രുവരിയാണ് ഈ ഒരു ടൂർണമെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. 1980 ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ ഈ ഒരു ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ചത്. ഇതിൽ വിജയിച്ചത് ചൈനയാണ്. ചൈന അവരുടെ 9ാമത്തെ ടൈറ്റിൽ 2022 സ്വന്തമാക്കി. റണ്ണേഴ്സ് അപ്പ് ആയിട്ടുണ്ടായിരുന്നത് സൗത്ത് കൊറിയയാണ്. ആ 2 കാര്യം കൂടെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? MS ഭക്തി പ്രദീപ് കുൽക്കർണി was conferred with the Arjuna Award 2022 for her outstanding contribution in which of the following sports? താഴെ പറഞ്ഞ ഏത് സ്പോർട്സ് വിഭാഗവുമായിട്ട് MS ഭക്തി പ്രദീപ് കുൽക്കർണി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദ്യം. 2022 അർജുന അവാർഡൊക്കെ നേടിയിട്ടുണ്ട്. നമ്മളോട് ചോദ്യം എന്താണ്? ഭക്തി പ്രദീപ് കുൽക്കർണി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ചെസ്സാണല്ലേ. വുമൺ ഗ്രാൻഡ് മാസ്റ്റർ 2012 വുമണിലെ എന്താണ്? ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ FID ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ ആയിട്ടുള്ള 2012-22 അല്ല 2012 FID വുമൺ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് ഭക്തി പ്രദീപ് കുൽക്കർണി. നമ്മുടെ രാജ്യം അർജുന അവാർഡ് നൽകിയിട്ട് 2022 ആദരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏഷ്യൻ ചെസ് വുമൺ ചാമ്പ്യൻഷിപ്പിലെ 2016 വിന്നർ കൂടിയായിരുന്നു. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സിൽ 2019 വിജയിച്ചിട്ടുണ്ട്. ആ രീതി കൂടെ MS ഭക്തി പ്രദീപ് കുൽക്കർണിയുടെ പേരെന്ന് ഓർത്തു വെക്കണം. ഇതാണ് MS ഭക്തി പ്രദീപ് കുൽക്കർണി. നെക്സ്റ്റ് എന്താണ്? ദ വെന്യൂ ഓഫ് 2020 ഒളിമ്പിക് ഗെയിംസ് വാസ്? 2020 ഒളിമ്പിക് ഗെയിംസിന്റെ ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ടോക്കിയോ ആണ്, ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചിട്ടാണ് ഒളിമ്പിക് ഗെയിംസ്. അതിപ്പോൾ പാരാലിമ്പിക്സ് ആയാലും സമ്മർ ഒളിമ്പിക്സ് ആയാലും രണ്ടും എവിടെ വെച്ചിട്ടാണ്? ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചിട്ടാണ് നടന്നത്. അത് എഡിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 32ാമത്തെ എഡിഷനാണ് 2020 സമ്മർ ഒളിമ്പിക്സ് നടന്നത്. 23 ജൂലൈ തൊട്ടിട്ട് ഓഗസ്റ്റ് 8 2021 വരെ. ആ ഒരു ഡേറ്റ് ഒക്കെ ഓർത്ത് വയ്ക്കണം. 23 ജൂലൈ തൊട്ടിട്ട് ഓഗസ്റ്റ് 8 2021 വരെയാണ് ഈ ഒരു ടൂർണമെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. 206 രാജ്യങ്ങൾ ഈ ഒരു ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഓർത്തു വയ്ക്കണം. 2020 നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തത്. ബട്ട് COVID-19 കാരണം എന്താണ് അത് പോസ്റ്റ്പോൺ ചെയ്യേണ്ടതായിട്ട് വന്നു. 4ാമത്തെ തവണയാണ് ജപ്പാനിൽ വെച്ചിട്ട് ഈ ഒരു ടൂർണമെന്റ് നടക്കുന്നത്. 1964, 1972, 1998 എന്നീ വർഷങ്ങളിൽ ജപ്പാനിൽ വെച്ച് നടന്നിട്ടുണ്ട്. ടോക്കിയോ എന്താണ്? ടോക്കിയോ 2ാമത്തെ തവണയാണ് ഇതിന്റെ ആതിഥേയത്വം വഹിക്കുന്നത്. 1964 നടന്ന സമയത്ത് ടോക്കിയോ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഏഷ്യൻ സിറ്റി 2ാമത്തെ തവണ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന. ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ മെഡൽ സ്വന്തമാക്കിയത് US ആയിരുന്നു. എന്നിട്ട് ടോപ്പായത് US ആണല്ലേ. US 113 മെഡൽസ് സ്വന്തമാക്കി. അതിൽ 39 ഗോൾഡ്, 41 സിൽവർ, 33 ബ്രോൺസ്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഒളിമ്പിക്സ് ആയിരുന്നില്ല, അത് കോമൺവെൽത്ത് ഗെയിംസ് ആയിരുന്നു. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ
പോസ്റ്റ്പോൺ ചെയ്യുന്നത് റാദർ ദാൻ ക്യാൻസൽ. സാധാരണ ക്യാൻസൽ ചെയ്യാൻ 1940 ആ ഒരു 4-ലൊക്കെ 40-44 രണ്ടാം ലോകമായുധം കാരണം ക്യാൻസൽ ചെയ്തു. ആദ്യമായിട്ടാണ് പോസ്റ്റ്പോൺ ചെയ്യുന്നത്. ക്യാൻസൽ ചെയ്യുന്നതിൽ ഉപരിയായിട്ട് പോസ്റ്റ്പോൺ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. മോട്ടോ ചോദിക്കാറുണ്ട്. മോട്ടോ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, ടുഗദർ എന്നതാണ്. അതുപോലെ 6 പുതിയ സ്പോർട്സ് ഐറ്റംസ് കൂടെ ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസ്ബോൾ, സോഫ്റ്റ് ബോൾ, കരാട്ട, സ്കേറ്റ് ബോർഡിങ്, അതുപോലെ സ്പോർട്സ് ക്ലൈംബിങ്ങും സർഫിങ്ങും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചോദ്യം കൂടെ നമുക്ക് ചർച്ച ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് ഫൈൻഡ് അപ്പ് ചെയ്യാം. എന്താണ്? ഇൻ 2021 ദ Indian men's cricket team defeated Australia at the Gabba Stadium in test match, becoming the only cricket team to defeat Australia in Brisbane since. ഏത് വർഷം തൊട്ടിട്ടാണ് ചോദ്യം വന്നത്? അതായത് 2021 ഇന്ത്യൻ മെൻസ് ടീം ഗാബ സ്റ്റേഡിയത്തിൽ, ഓസ്ട്രേലിയ ഗാബ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഓസ്ട്രേലിയയെ തന്നെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ആ ഒരു ഗാബ സ്റ്റേഡിയത്തിൽ 1988 ശേഷം, കൃത്യമായിട്ട് വർഷം പറയാം അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല, 1988 വെസ്റ്റ് ഇൻഡീസിനോട് പരാജയപ്പെട്ടതിന് ശേഷം, 1988 വെസ്റ്റ് ഇൻഡീസിനോട് പരാജയപ്പെട്ട ശേഷം എന്താണ് 2021 വരെ പരാജയം അറിയപ്പെടാതെയാണ് ഈ പറയുന്ന ഓസ്ട്രേലിയ ഗാബ എന്ന് പറയുന്ന അവരുടെ ഹോം ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഇതുവരെ കളിച്ച 31 മാച്ചിൽ, 1988 ശേഷം കളിച്ച 31 മാച്ചിൽ അവരെന്താണ് 24 വിജയിച്ചു, 7 ഡ്രോയുമായിട്ടുണ്ടായിരുന്നു. ഒന്നുപോലും തോറ്റിട്ടില്ല. ബട്ട് ഇന്ത്യയോട് 2021 പരാജയപ്പെട്ടു. ഇപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് പ്രകാരം വെസ്റ്റ് ഇൻഡീസിനോട് വീണ്ടും അവർ പരാജയപ്പെട്ടു ഗാബയിൽ. ഓക്കെ, വെസ്റ്റ് ഇൻഡീസിനോട് വീണ്ടും എന്താണ് 1988 ശേഷം 98, 2018, 2008, 2018, 36 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വെസ്റ്റ് ഇൻഡീസിനോട് ഓസ്ട്രേലിയ അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൂടെ ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. ഇനി നമുക്കൊരു ക്ലാസ് കൂടിയാണ് ചെയ്യാനുള്ളത്. ആ ഒരു ക്ലാസ്സോട് കൂടെ എന്തായാലും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്